السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സൂറത്തുൽ മാഇദ 41. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الرسول لا يحزنك الذين يسارعون في الكفر من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون للكذب سماعون لقوم آخرين لم يأتوك يحرفون الكلم من بعد مواضعه يقولون إن أوتيتم هذا فخذوه وإن لم تؤتوه فاحذروه ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. سماعون للكذب أكالون للسحت فإن جاءوك فاحكم بينهم أو أعرض عنهم وإن تعرض عنهم فلن يضروك شيئا وإن حكمت فاحكم بينهم بالقسط إن الله يحب المقسطين. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് പൂർണ്ണ ഹിദായത്തിലായിട്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ അല്ലാഹു തആല പുറത്തു തരട്ടെ. നമുക്ക് അല്ലാഹു അഭിമാനത്തോടുകൂടെ ജീവിക്കാനും പൂർണ്ണ ഹിദായത്തിലായി മരിക്കാനും ഭാഗ്യം നൽകട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ സദസ്സിലുണ്ട്. അല്ലാഹു ഖുർആന്റെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ വിശദീകരിക്കുന്ന മാഇദ സൂറത്തിലെ 41, 42 രണ്ട് ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതി വച്ചത്. ഒരുപാട് വിശദീകരണങ്ങളുള്ള വളരെ സുപ്രധാനമായ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ ആയത്ത് അവതരിക്കാൻ ഒരു വലിയ കാരണമുണ്ടായി. പല കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിലായിരിക്കുന്ന സമയം ഒരു ജൂതനെ
മറ്റുള്ള യഹൂദികളിൽപ്പെട്ട മറ്റുള്ള ആളുകൾ ചാട്ടവാറ് കൊണ്ട് അടിച്ച് അയാളെ ശരീരത്തിലാകെ കരി തേച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇത് അള്ളാഹിന്റെ തിരുദൂതർ കണ്ടപ്പോ അള്ളാഹുവിന്റെ തിരുദൂതർ അവരെ വിളിച്ചു. ഇതെന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട്. കാരണം ആളെ മേലെ ആകെ കരി തേച്ചിട്ടുണ്ട്, ഭാര്യ തേച്ചിട്ടുണ്ട് ആകെ. ഇവര് നല്ലോണം അടിക്കണുണ്ടായാണ്. അപ്പൊ വിളിച്ചു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഇയാള് വിവാഹിതനാണ്, വ്യഭിചാരം നടത്തിയിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾ അതിനുള്ള ശിക്ഷ നടപ്പിലാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോ ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് തൗറാത്തിലുള്ള നിയമത്തിന് അനുസരിച്ചാണല്ലോ ശിക്ഷ നടപ്പിലാക്കേണ്ടത്. ഇയാള് വിവാഹിതനാണ്. വിവാഹിതനായ ഒരാൾക്ക് മുഹ്സൻ എന്ന് പറയും. അങ്ങനെയുള്ള ഒരാള് പിന്നെ വ്യഭിചാരത്തിന് പോയാല് തൗറാത്തിലും ഖുർആനിലും ഒരേ നിയമമാണ്, എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ എന്താണ് ഇയാളെ ഇങ്ങനെ മേലെ കരി തേച്ച് ചാട്ടവാറ് കൊണ്ടടിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞത് വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഞങ്ങളെ തൗറാത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു കാച്ചി. തൗറാത്തിലൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിനെ പിന്നെ ചാട്ടവാറടി മാത്രമല്ല, അയാൾ വിവാഹിതനായത് കൊണ്ടാണ് ഞങ്ങൾ അയാളെ കരി തേച്ചിട്ടുള്ളത്. കുറച്ചും കൂടി മനസ്സിലാക്കിയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത് പറഞ്ഞ് ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്. നബി തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു, അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തൗറാത്ത് എന്ന വേദം നൽകിയ അള്ളാഹിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, തൗറാത്തിൽ ഒരു വിവാഹിതൻ വ്യഭിചാരം നടത്തിയാൽ ഇതാണോ ശിക്ഷ എന്ന് ചോദിച്ചു. നിങ്ങൾ സത്യം വരണം. അപ്പൊ കൂട്ടത്തിൽ കുറച്ചൊക്കെ വിവരമുള്ള ഒരാൾ പറഞ്ഞു, എറിഞ്ഞു കൊല്ലൽ തന്നെയാണ് നിയമം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് നിയമം, എറിഞ്ഞു കൊല്ലണം തന്നെയാണ്. അപ്പോ ബാക്കിയുള്ള ആളുകൾ അയാൾക്ക് നേരെ തിരിഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? അപ്പൊ ഇയാള് പറഞ്ഞു, അത് മുഹമ്മദ് നബി അള്ളാന്റെ പേരിൽ ചോദിച്ചപ്പോ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല, എന്താ പറഞ്ഞത്. അപ്പൊ നബി തങ്ങൾ ഇവരോട് ചോദിച്ചു, അങ്ങനെ തൗറാത്തില് എറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമം അറിഞ്ഞിട്ട് പിന്നെന്താ നിങ്ങള് ചാട്ടവാറടിയിൽ ഒതുക്കേണ്ട വെച്ചു? അപ്പോ അവര് പറഞ്ഞു, ഞങ്ങള് ഉന്നതരായ ആളുകള് ഞങ്ങളെ കൂട്ടത്തിൽ വ്യഭിചരിച്ചാല് അവർ വിവാഹിതരാണെങ്കിൽ ഞങ്ങൾ വാറടിയിൽ ഒതുക്കും. ഞങ്ങളെ കൂട്ടത്തിൽ സാധുക്കളായ ആളുകളാണ് വ്യഭിചരിച്ചത് എങ്കിൽ അവർക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? സൗകര്യം പോലെ വധശിക്ഷ നടപ്പിലാക്കും, അതായത് എറിഞ്ഞു കൊല്ലും. അങ്ങനെ അതായത് ആളുകൾക്കനുസരിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്യലുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ഒരു കാരണം. ഇനി ഇതിൽ പ്രബല കാരണം, ഈ ആയത്തിറങ്ങാനുള്ള കാരണം, കുറച്ചുകൂടി ഫിറ്റായ ഒരു കാരണം, ഇതോടനുബന്ധിച്ച് വേറെ ഒരു സംഭവം വരും. ഇതൊക്കെ അടുത്തടുത്ത് നമുക്ക് സംഭവങ്ങളാവാം. മദീനയിൽ അള്ളാന്റെ തിരുദൂതർ ചെന്നപ്പോ ബനു ഖുറൈളയുമായിട്ട് നമ്മുടെ കരാറുണ്ടായിരുന്നു. നല്ല ഐക്യത്തിലും നല്ല സ്നേഹത്തിലും നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു കരാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ യഹൂദികളിൽ നല്ലോണം കരാറ് പാലിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ അവരായിട്ട് നമ്മൾ ആ കരാർ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ഖൈബറിൽ ഒരു സംഭവം നടന്നു. ഖൈബർ സ്ഥലത്തിന്റെ പേരാണല്ലോ. അവിടെ പിന്നെ വേദക്കാരിൽപ്പെട്ട, അന്നത്തെ ഈ വേദക്കാരെന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥ തൗറാത്തുദാർ ഉണ്ടോലാട്ടോ, ഇന്നത്തെ അല്ല. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ രണ്ടുപേര്, അതായത് വലിയ ഉന്നതരായ, പിന്നെ ഇതിൽ ഹദീസിൽ കാണുന്ന തന്നെ ഒരു ഷരീഫും ഷരീഫത്തും എന്നാണ്. ഷരീഫ് എന്ന് പറഞ്ഞാൽ കാര്യപ്പെട്ട ഒരാള്, അതേപോലെ കാര്യപ്പെട്ട ഒരു പെണ്ണ് ഇത് വിചാരം നടത്തി. രണ്ടാളും വിവാഹിതരാണ്. അങ്ങനെ ആ വ്യഭിചാരം നടന്ന സാഹചര്യത്തിൽ അവരെന്ത് ചെയ്തു? അത് വിഷയമായി. അപ്പൊ അവര് ഒരു കാര്യപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ഇപ്പോ ആദ്യം പറഞ്ഞ സംഭവത്തിൽ പറഞ്ഞ പോലെ ഇവരിത് ചാട്ടവാറടിയിൽ ഒതുക്കാൻ തീരുമാനിച്ചു. അപ്പോ അവരെ കൂട്ടത്തിലുള്ള ആളുകള് ബനു ഖുറൈദയിൽപ്പെട്ട ആളുകളായിട്ട് കുറച്ചൊരു പ്രശ്നത്തിലാണ്.
ഈ ശത്രുവിന്റെ ശത്രു മിത്രം നാളാണ് എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ നമുക്ക് ഓരൊക്കെ ശത്രുക്കളാണ്. പക്ഷെ അതേ സമയത്ത് ഖൈബറിലെ ഈ വിഭാഗവും ബനൂ ഖുറൈദയിലെ ഒരു വിഭാഗവും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ബനൂ ഖുറൈദക്കാര് നബിതങ്ങളേറ്റും സന്ധിയിലുമാണ്, അവരാകട്ടെ ഖൈബറിലെ ഇവരേറ്റും കുറച്ച് പ്രശ്നത്തിലുമാണ്. അപ്പം എന്ത് ചെയ്തു, അവിടെ ഉടക്കിയോല് പറഞ്ഞു ഇത് കാര്യപ്പെട്ട ആളുകളാണെന്ന് വിചാരിച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല, എന്നാ ഒരു കാര്യം. അപ്പൊ തർക്കം മൂത്തപ്പോ എന്നാ ഒരു കാര്യം ചെയ്യാ, ഈ വിഷയത്തിൽ മുഹമ്മദ് നബിയോടൊന്ന് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇവര് മദീനയിലേക്ക് വരും. പക്ഷെ ഓരെന്ത് പറഞ്ഞു അറിയോ, ഇവര് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചോളി, മുഹമ്മദ് നബിയോട് ചോദിച്ചോളി എങ്ങനെയാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ്, അതായത് ഓൽക്ക് അനുകൂലമായിട്ട് ഓരോരുത് പറഞ്ഞു, അങ്ങനെയാണ് അദ്ദേഹം മറുപടി തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, സ്വീകരിച്ചോളി. അല്ല മറിച്ച് എറിഞ്ഞു കൊല്ലണം ആ രൂപത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് സ്വീകരിക്കണ്ട, ചോദിച്ചോളി വേണമെങ്കിൽ. അങ്ങനെ ഇവര് ഈ സംഘ ഖൈബറിന്ന് അള്ളാന്റെ തിരുദൂതരുടെ അരികെ വന്നു. ബനൂ ഖുറൈദക്കാർ പ്രേരിപ്പിച്ചിട്ട, പക്ഷേ ഗത്യന്തരമില്ലാതെയാണ് ഖൈബറിന്ന് അവർ വരുന്നത്. പക്ഷെ ഓരോ തീരുമാനത്തിലെത്തി, നമുക്ക് അനുകൂലമായിട്ട് മൂപ്പര് പറയുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് തള്ളാം. അങ്ങനെ അവര് അള്ളാന്റെ തിരുദൂതരുടെ അരികെ വന്നു. ഇതിന് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്താ വെച്ചാൽ മഹാന്മാരും മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഇവര് അള്ളാന്റെ തിരുദൂതരുടെ അരികെ വന്നു. അപ്പോൾ അള്ളാന്റെ തിരുദൂതരെ സംബന്ധിച്ചിടത്തോളം തിരുദൂതർക്ക് തൗറാത്തൊന്ന് വായിക്കാൻ കഴിയൂലായിരുന്നു കൃത്യമായിട്ട്. അപ്പൊ നബിതങ്ങൾക്ക് അള്ള കൊടുക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബിതങ്ങൾ പറയുന്നത്, അത് കറക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നിട്ട് ഇവരിങ്ങനെ പറയുമ്പോൾ തൗറാത്തിൽ ഇങ്ങനെയാണ്, അതായത് എറിഞ്ഞു കൊല്ലണ്ടില്ല, ചാട്ടവാറടി മതി, അതിൽ പിന്നെ വിവാഹിതരാണെങ്കിൽ അവരെ ഒന്നും കൂടി വഷളാക്കണം, അതിനാണ് എന്ത് ചെയ്യുന്നത്, മേലെ കരിയേക്കുന്നത്, അത് മതി. അവിവാഹിതനാണെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ കരി തേക്കണ്ട, വിവാഹിതനാണെങ്കിൽ കരി തേക്കുക. അതാണ് ഈ കരി തേക്കൽ ഒരു കൂട്ടിയതാണ്. അങ്ങനെ ഇവര് വന്ന് പറഞ്ഞു. അതിലെന്ത് ചെയ്തറിയോ, ആ സമയം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അരികെ വന്നിട്ട് പറഞ്ഞു, നബിയെ ഈ വിഷയത്തിൽ അങ്ങൊന്നും പറയണ്ട, അവരെ നാട്ടില് അവരെ കൂട്ടത്തില് ഇബ്നു സൂരിയ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളെ ഞെട്ടിപ്പ വരുത്തിക്കോളൂ പറഞ്ഞു. അയാള് നല്ലൊരു വേദപണ്ഡിതനാ, മൂപ്പരോട് ചോദിച്ചു നോക്കിയാൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൽ നിന്ന് വന്ന ഇവരോട്, നിങ്ങളെ നാട്ടില് ഇബ്നു സൂരിയ എന്ന് പറയുന്ന ഒരാളില്ലേ എന്ന് ചോദിച്ചു. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നാ ആളെ വിട്ടിട്ട് അയാളെ വരുത്തിക്ക് പറയാം, ഇങ്ങോട്ട് തീരുമാനാക്കാറ്. അതിൽ ഇബ്നു സൂരിയ വന്നു. അപ്പൊ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇബ്നു സൂരിയ അല്ലേ ചോദിച്ചു. അതെയാണ് ജിബ്രീൽ എന്ന മലക്ക് കൊടുത്ത് ഇവരാണല്ലോ, അയാളെ കൊണ്ടെങ്കിൽ സമ്മതിപ്പിക്കാണ്. അൻത അഅലമുൽ യഹൂദ്, അങ്ങ് പിന്നെ യഹൂദികളിൽ വലിയ അറിവുള്ള ആളല്ലേ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അതെ ഞാൻ നല്ല വിവരമുള്ള ആൾ തന്നെയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞു, ഇവർക്കൊക്കെ അങ്ങനെ അഭിപ്രായം ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, തൗറാത്തില് പിന്നെ വ്യഭിചാരത്തിന്റെ ശിക്ഷ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെ ആ ഭാഗെടുക്കാൻ പറഞ്ഞു, തൗറാത്തുനിന്ന് ആ ഭാഗെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇയാള് തൗറാത്ത് എടുത്തിട്ട് പിന്നെ ആ ഭാഗെടുത്തിട്ട് ഈ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ഭാഗത്ത് മൂപ്പര് കൈവച്ചു, പൊത്തി പിടിച്ചു. ഒരഭിപ്രായ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂപ്പരെ കൈ തട്ടിയെന്നാണ്. മറ്റൊരു അഭിപ്രായ പ്രകാരം അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന നമ്മളിലേക്ക് വന്ന വേദപണ്ഡിതന്മാരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു, മൂപ്പര് കയ്യനെടുത്തായിരുന്നു. ഇനി വായിക്കാം. അതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഫിർഔനിനെ മുക്കി നശിപ്പിച്ച, മൂസാ നബിയെയും സംഘത്തെയും രക്ഷപ്പെടുത്തിയ, അള്ളാഹു തൗറാത്ത് നിങ്ങൾക്ക് നൽകിയ, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞിട്ട് ആ റബ്ബ് പറഞ്ഞൊരു കാര്യങ്ങൾ മറച്ചു വെക്കരുത്, ഇതൊക്കെ ചെയ്ത് തന്ന റബ്ബ് ഇറക്കിയൊരു ഗ്രന്ഥത്തിൽ കൃത്രിമം കാണിക്കരുത് എന്നൊക്കെ അവരോട് പറഞ്ഞതാണ്. പക്ഷെ ഇയാളത് പിന്നെ കൈ പൊത്തി വായിച്ചപ്പോ പിന്നെ നബിതങ്ങൾ മാറ്റിച്ചു. അല്ല അബ്ദുള്ള രണ്ടാണെങ്കിലും. അപ്പൊ ഇതാണ് സംഭവം. അങ്ങനെ അവര് സത്യത്തെ മറച്ചു വെച്ചു എന്നർത്ഥം. ഈ ഘട്ടത്തിലാണ്
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വേദത്തിനനുസരിച്ച് വിധി നടപ്പിലാക്കുകയാണെങ്കിൽ കൊല്ലണവരെ രണ്ടുപേരും, അങ്ങനെയാണ് വേണ്ടത്. അവർ ആ മഹാ തെറ്റ് ചെയ്തോലാണ്, അതിൽ ഇളവുണ്ടാകരുത് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. പക്ഷെ ഒരു സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒരു കൂട്ടർ സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഒരു കൂട്ടർ വിവാദമായി. എന്തായിരുന്നാലും ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പ്രയാസം, എന്താണ് അള്ളാഹിന്റെ കൽപ്പന ഇത്ര സ്പഷ്ടമായിട്ടുണ്ടായിട്ടും ഇവരെന്താണ് അത് സ്വീകരിക്കാത്തത്? അപ്പോൾ നബി തങ്ങൾക്ക് അതൊരു മാനസികമായിട്ട് ഒരു പ്രയാസം, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ അങ്ങനെയുള്ളൂ. നബി തങ്ങൾക്ക് അതിലൊരു വിഷമം തോന്നി. ആ വിഷമം തോന്നിയപ്പോഴാണ് അല്ലാഹു തആല ഈ ആയത്ത് ഇറക്കുന്നത്. ഇനി അർത്ഥം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലായിട്ടുള്ളവരെ. അയ്യുഹർ റസൂൽ ഖുർആനിൽ ഈ വിളി എത്ര വട്ടം വന്നിട്ടുണ്ട് അറിയോ? യാ അയ്യുഹർ റസൂൽ 2 വട്ടം വന്നിട്ടുണ്ട്. ഒന്ന് ഈ ആയത്തിലാണ്, ഈ സൂറത്തിൽ തന്നെ മാഇദയിൽ തന്നെ. ഇനി വേറെ ഒരായത്തും കൂടിയാണ് വരുന്നത്. 67-ാമത്തെ ആയത്തിൽ യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഖുർആനിലാകെ യാ അയ്യുഹർ റസൂൽ, ഓ റസൂലായിട്ടുള്ളവരെ എന്നുള്ള വിളി ആകെ 2 തവണ വന്നിട്ടുണ്ട്. ഈ രണ്ടും നമ്മളിപ്പോൾ വിശദീകരിക്കുന്ന മാഇദ സൂറത്തിലാണ്. ബാക്കിയൊക്കെ യാ അയ്യുഹൻ നബി അങ്ങനെ വന്നിട്ടില്ല. ഒരിക്കൽ പോലും അങ്ങനെ വന്നിട്ടില്ല യാ മുഹമ്മദ് എന്ന് വന്നിട്ടില്ല. അത് പ്രവാചകർക്ക് അള്ളാഹു കൊടുത്തൊരു സ്ഥാനമാണ്. ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ പേര് വിളിച്ചതുപോലെ അപമാനിക്കാനല്ല, മുത്തുനബിയുടെ പേര് വിളിക്കാതിരുന്നത് ആ സ്ഥാനം കുറച്ചും കൂടി ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അങ്ങനെ വിളിച്ചത്. ബാക്കിയുള്ളവരോടൊക്കെ അങ്ങനെ വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചും ചെയ്തു. അതുകൊണ്ട് ഭാര്യമാരും മക്കളും വരെ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ എന്നുള്ള രൂപത്തിൽ വിളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആകെയുള്ള 2 വിളിയിൽ ആദ്യത്തെ വിളിയാണിത്, യാ അയ്യുഹർ റസൂൽ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ആ വിളി തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയൊരു സാന്ത്വനാണ്. കാരണം ഒരുപാട് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ നാനാഭാഗത്തു നിന്നും വരുമ്പോൾ അള്ളാഹുവിന്റെ ഇടപെടലാണ്. അപ്പോൾ എത്രമാത്രം ആശ്വാസം ഉണ്ടാവും. അതന്നെ ഒരു പരുഷമായ രൂപത്തിൽ ഗൗരവത്തിൽ പേര് വിളിക്കാതെ നോക്കൂ, അങ്ങനെയാണ് വിളിക്കുന്നത്. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലായിട്ടുള്ളവരെ. ലാ യഹ്സുൻകല്ലദീന, ഒരു കൂട്ടർ അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ, അങ്ങക്ക് ദുഃഖം ഉണ്ടാകരുത്. ഏതാണ് ആ കൂട്ടര്? യുസാരിഊന ഫിൽ കുഫ്ർ, സത്യനിഷേധത്തിലേക്ക് അതിദ്രുതത്തിൽ അവർ പോകുന്നു. അതിവേഗം സത്യനിഷേധത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു വിഭാഗം. മിനല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. മിനല്ലദീന, ഒരു കൂട്ടരിൽ നിന്ന്. എന്താണ് അവരുടെ അവസ്ഥ? ഖാലൂ, അവർ പറയും, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഒരു പറയും. ബി അഫ്വാഹിഹിം, അവരുടെ വായകളെ കൊണ്ട്. വലം തുഅ്മിൻ ഖുലൂബുഹും, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ഒട്ടും വിശ്വസിച്ചിട്ടില്ല. നോക്കൂ, നാവ് കൊണ്ട് വിശ്വസിച്ചു, ഹൃദയം കൊണ്ട് അവിശ്വസിച്ചു. അങ്ങനെയുള്ള ഒരു കൂട്ടർ അവർ സത്യനിഷേധത്തിലേക്ക് അതിവേഗം അതിശീഘ്രം പോകുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ നിലപാട് അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അത് മുനാഫിക്കുകളാട്ടോ. അത് 2 കൂടി കൂട്ടിയിട്ടാ പറയുന്നത്. അതിന്റെ ഉദാഹരണം വേറെ പറയാം. വമിനല്ലദീന ഹാദൂ, യഹൂദികളായ ആളുകള്, യഹൂദികളുടെയും നിലപാട് അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അപ്പൊ 2 വിഭാഗത്തെ ഇവിടെ കൂട്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന് യഹൂദികള്, മറ്റൊന്ന് ഇവര് ആര്? പിന്നെ ഈ മുനാഫിക്കുകൾ. ഇതിപ്പോ ഈ ആയത്ത് അവതരിക്കാൻ കാരണം യഹൂദികളായതുകൊണ്ടാണ് ഞാൻ ആദ്യം യഹൂദികളെ പറ്റി പറഞ്ഞത്. ഇനി പിന്നെ ആദ്യം പറഞ്ഞ ഭാഗത്തോട് ബന്ധപ്പെട്ട വേറെ ആയത്തുകൾ ഈ വിഷയം പറയുന്നുണ്ട്. ഒന്നിനർത്ഥം ഒക്കെ എന്നിട്ട് പിന്നെ വിശദീകരിക്കാം. വമിനൽ സമ്മാഊന ലിൽ കദിബ്, അവർ കളവിന് വേണ്ടി അവർ ശ്രദ്ധിച്ച് ചെവി കൊടുക്കുന്നവരാണ്. അവർ
സമ്മാഊന ലിഖൗമിൻ ആഖരീന ലം യൗതൂക്. അങ്ങയുടെ അരികിലേക്ക് വരാത്ത ഒരു വിഭാഗത്തിനും ശ്രദ്ധിച്ച് ചെവി കൊടുക്കുന്നവരാണവർ. യുഹർറിഫൂനൽ കലിം, അവർ വാക്യങ്ങളെ അവർ മാറ്റിമറിക്കുന്നവരാണ്. മിൻ ബഅദി മവാളിഇഹി, അത് അതിന്റെ യഥാസ്ഥാനത്ത് വെച്ചതിന്റെ ശേഷം പിന്നെ അത് മാറ്റുന്നവരാണവർ. യഖൂലൂന, അവർ പറയും, ഇൻ ഊതീതും ഹാദാ ഫഖുദൂഹ്, ഇന്ന രൂപത്തിലൊക്കെ അയാൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, നൽകിയാൽ നിങ്ങൾ അത് എടുത്തോളൂ. വ ഇല്ലം തൂതൗഹു, അങ്ങനെയല്ലെങ്കിൽ ഫഹ്ദറൂ, നിങ്ങൾ സൂക്ഷിച്ചോളൂ. അതളവിൽ പറഞ്ഞത് നമ്മൾ പറയേണ്ടതിനനുസരിച്ചൊക്കെ മൂപ്പര് പറയാണ് നിങ്ങൾ സ്വീകരിച്ചോളി, അല്ലാന്നുണ്ടെങ്കിൽ തള്ളിക്കോളി, അത് ശ്രദ്ധിക്കണം കേട്ടോ. മൂപ്പര് പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഖൈബറിന് ആളെ വിട്ടത്. അതാണ് പറയുന്നത്. വമൻ യുരിദില്ലാഹു ഫിത്നതഹു, ഒരാളെ പരീക്ഷിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈആ, അള്ളാഹുവിൽ നിന്ന് വരുന്നതിനെ പ്രതിരോധിക്കാൻ ഒരിക്കലും നബിയെ അങ്ങേക്കാവില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഈ മാറ്റം വരുത്തുന്നവർ, അവർക്കൊക്കെ കടുത്ത ശിക്ഷയും മറ്റും വരാൻ പോവുകയാണ്. ഓൽക്ക് വരും. അതൊന്നും ഒരിക്കലും അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല, തടയാൻ കഴിയില്ല. ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ഒരിക്കലും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യ, അവർക്ക് ദുനിയാവിൽ അപമാനകരമായ അവസ്ഥയുണ്ട്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം, അവർക്ക് പരലോകത്ത് വലിയ കഠിനമായ അദാബും അവർക്കുണ്ട്. ഇവിടെ ഈ ആയത്തില് നമുക്ക് ഇതിന്റെ ആദ്യം മുതൽ വിശദീകരിക്കാം. അപ്പൊ ആദ്യം അള്ളാഹു പറയുന്നത്, ഓ റസൂലേ, സത്യനിഷേധത്തിലേക്ക് വേഗത്തിൽ പോകുന്ന രണ്ട് കൂട്ടര്. ഒന്ന്, നാവ് കൊണ്ട് വിശ്വാസികളാണെന്ന് പറയും, എന്നാൽ ഖൽബ് കൊണ്ട് ഓൽക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. അവര് മുനാഫിക്കുകൾ. മറ്റൊന്ന് യഹൂദികൾ. ഒരർത്ഥത്തിൽ യഹൂദികൾ അങ്ങനെ ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ്, ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളുകളാണ്, ഞങ്ങൾ മൂസാ നബിയുടെ ആളുകളാണ്, ഞങ്ങൾ അള്ളാഹു സ്വന്തം ആളുകളാണ്, ഇഷ്ടഭാചനങ്ങളാണെന്നൊക്കെ ഉള്ളവർ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓരോ ഉള്ളിൽ വിശ്വാസം കിടന്നിട്ടില്ല. ആയിരുന്നെങ്കിൽ അവര് വേദങ്ങളെ അപ്പടി അംഗീകരിക്കും, നമ്മൾ അംഗീകരിക്കുന്ന പോലെ. നമ്മൾ ചിലര് അതിന് എതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷെ ഇതിന് സംശയമൊന്നും ഉണ്ടാവില്ല. കള്ളുകുടിക്കുന്ന ആളുകൾക്ക് അത് നമുക്ക് പറ്റാത്താണെന്ന് ഉറപ്പിച്ചിട്ടാ കുടിക്കുന്നത്. അതിന് കുഴപ്പമില്ല, ഖുർആനിൽ കുഴപ്പമില്ല എന്നാ പറയേണ്ടതെന്ന് പറയേണ്ടതും മറ്റൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മാത്രം തന്നെ പുറത്തു പോകും. കുഴപ്പമുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് കുടിക്കുമ്പോൾ അവർക്ക് അതിനുള്ള കുറ്റേറ്റാൻ മതി. രണ്ടും വ്യത്യാസമുണ്ട്. ഇവര് വേദത്തെ മൊത്തത്തിൽ എന്താണ് അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ട് വിഷയത്തെ വളച്ചൊടിക്കാണ്. ആ രണ്ട് കൂട്ടരുടെ നിലപാടില് അങ്ങ് ദുഃഖിക്കാതിരിക്കട്ടെ നബിയെ എന്ന് പറഞ്ഞാല്, ഇപ്പോ അൽ-കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും കേൾക്കാത്തൊരവസ്ഥ വന്നാല്, മാത്രമല്ല അന്ത്യപ്രവാചകർ അതിന്റെ പേരിൽ നേരിട്ട പ്രയാസങ്ങളെ ഒരു സാധാരണക്കാരന് വന്നാല് അയാൾക്ക് തോന്നും ജീവൻ നഷ്ടപ്പെടുത്തുക നല്ലത്. മനസ്സിലുണ്ടല്ലോ. പിന്നെ ഈ ആത്മഹത്യ വരുന്ന കാലം, മാനസിക രോഗമുള്ള ആളുകളൊക്കെ ഇന്ന് രാവിലെ തന്നെ കേട്ടതാണ്, ഒന്നതാണ് മാനസികമുള്ള ഒരാൾ ആത്മഹത്യ ചെയ്തു. പക്ഷെ ഞാൻ എങ്ങനെ ആലോചിക്കും, ഇത്ര മാനസികവും പ്രശ്നമൊക്കെയാണെങ്കിൽ ഈ കുടുക്കിട എങ്ങനെ വിൽക്കാറുണ്ട് എന്നുള്ളത് ഞാൻ എത്ര ആലോചിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇത് കൊടുക്കുക. എനിക്കൊരു കൊടുത്തും കിട്ടിയില്ല കേട്ടോ. നമുക്ക് മാനസികമൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ എങ്ങനെ ഈ തൂങ്ങിയരിച്ചാന്നുള്ളത്, എങ്ങനെയാണ് കയറ് കെട്ടേണ്ടത് എന്നുള്ള ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. പക്ഷെ അത് നമ്മളിവിടെ എഴുതി കാണിച്ചാലും വേണ്ട, പഠിച്ചും വേണ്ട, അങ്ങനത്തെ ഒരു വിഷയമല്ലല്ലോ. പക്ഷെ എന്നാലും ഈ മാനസികം എന്ന് പറയണ്ടല്ലോ, എങ്ങനെ അത് നമുക്ക് അറിയില്ല. അല്ലാഹു അലം. സാധാരണക്കാർക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിയാത്തൊക്കെ വന്നാൽ ആരാണെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, ജീവൻ നഷ്ടപ്പെടുത്തുവാണ്, പിടിച്ചിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ. പിന്നെ അൽ-കഹ്ഫിൽ പറയുന്നുണ്ട് നബിയെ ജീവഹാനി വരുത്തരുത്. അതിന്റെ അർത്ഥം നബി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നല്ല. എന്തറിയോ,
അള്ളാന്റെ തിരുദൂതരൊക്കെ ഈ വിഷയത്തിൽ നേരിട്ട പ്രയാസങ്ങൾ ഒരു സാധാരണക്കാരന് വന്നിരുന്നെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയൂല. പക്ഷെ നിബിതങ്ങൾക്ക് എന്ത് ചെയ്തു? അത്തരം ഘട്ടങ്ങളിലൊക്കെ അല്ലാഹു തആല നല്ല ആത്മധൈര്യം നൽകി ഓരോ ഘട്ടത്തിലും ഒക്കെ ഇങ്ങനെ എളുപ്പാക്കി കൊടുത്തു. അതാണ് ഏത് വവളനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക. നബിയെ, അങ്ങയുടെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞ ഭാരത്തെ അങ്ങേക്ക് നാം ഇറക്കി വെച്ചു തന്നില്ലേ? അങ്ങയുടെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞ ഭാരത്തെ അങ്ങേക്ക് ഇറക്കി വെച്ച് തന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ ഭാരം ഏതാണ്? എന്താണ് ഞാൻ ചെയ്യാ? ഇതൊക്കെ കൂടി അതാണ് ആ പ്രയാസം അല്ലാഹു തആല എന്ത് ചെയ്തു? ഇറക്കി വെച്ചു കൊടുത്തു. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ഈ ആയത്തിന് പറയുന്നത്. ഇതിലിപ്പോ ഇവിടെ ആദ്യം പറഞ്ഞത് യഹൂദികളുടെ ആ സംഭവത്തിലാണ് ഈ ആയത്തിറങ്ങിയതെങ്കിലും ആദ്യം ഇവിടെ അല്ലാഹു തആല പരാമർശിച്ചത് മുനാഫികളെ പറ്റിയാണ്. അതാണെങ്കിൽ മദീനയിൽ നല്ല ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഇതിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ വരുന്ന ഒരു സംഭവമാണ് ബിശ്ർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ബിശ്ർ അയാള് എല്ലാ കാര്യത്തിനും സജീവീകരണം, അതായത് നിസ്കാരത്തിന് മുമ്പിൽ സജീവമായിട്ടുണ്ടാവും, പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ഗനീമത്ത് മുതലൊക്കെ ഓഹരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൂപ്പര് നേരത്തെ തന്നെ വന്ന് അവിടെ ഉണ്ടാവും സജീവമായിട്ട്. കാരണം അങ്ങോട്ട് കിട്ടാനുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്യേണ്ട ഒരു വിഷയമാണെങ്കിൽ അപ്പോൾ ഭാര്യക്ക് അസുഖം, ഉമ്മാക്ക് അസുഖം, ഇതൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. അല്ലെങ്കിൽ ഭയങ്കര അർജന്റേക്കാർ ആ കച്ചവടത്തിന് പോയില്ലെങ്കിൽ അത്ര നഷ്ടം ഇത്ര നഷ്ടം എന്നൊക്കെ പറഞ്ഞ് വല്ല ഒഴിവാകും. ആനുകൂല്യങ്ങൾ കിട്ടുന്നിടത്തൊക്കെ വളരെ സജീവമായിട്ടുണ്ടാവും. അങ്ങനെ ഇയാള് ഒരു യഹൂദിയുമായിട്ട് പിന്നെ ഒരു തർക്കമുണ്ടായി. യഹൂദികളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യനേറ്റവും ഇയാള് ഭൂമി സംബന്ധമായൊരു പ്രശ്നം ഉണ്ടായി. നമ്മൾ അതിര് തർക്കം എന്നൊക്കെ പറയും പോലെ ഇയാളെ സ്ഥലമാണോ മറ്റേയാളെ സ്ഥലമാണോ എന്നുള്ളൊരു തർക്കം ഉണ്ടായി. തർക്കം മൂർച്ഛിച്ചു. അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിയപ്പോൾ ഈ യഹൂദി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതിന് നമുക്കൊരു തീരുമാനം എടുക്കണം. നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് പോകാം. അദ്ദേഹം എന്താണോ ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനത് അംഗീകരിച്ചോളാം. യഹൂദി യഹൂദിന്റെ കണക്കിന് ഈ ബിശ്ർ ആരാണ്? മുസ്ലിമാണ്. അങ്ങനെയുള്ളോ? അയാള് തനി മുനാഫിക്കാണ്. അയാള് അബൂജഹലിനെ കാട്ടിലും മോശമാണ്. കാരണം അബൂജഹൽ ഏതായാലും പുറത്താണല്ലോ. ഇതങ്ങനല്ല, ഇത് അകത്ത് നിന്നിട്ട് കളിക്കുകയാണ്. പക്ഷെ യഹൂദിന്റെ കണക്കിന് ഇയാൾ ഒന്നാം തരം മുസ്ലിമാണ്. നേരത്തെ നിസ്കരിക്കാൻ പോകേണ്ട, എല്ലാ കാര്യത്തിനും സജീവാണ്. ഷാഗി ഈമാനില്ല. അപ്പൊ ബിശ്ർ പറഞ്ഞു അത് വേണ്ട. അവിടെ ഉള്ളത് മനസ്സിലാകുക, നബിന്റെ അടുത്തേക്ക് പോകണ്ട. അയാളാ പറയേണ്ടത് നബിന്റെ അടുത്തേക്ക് പോകാം. ജൂതം പറയാ മുഹമ്മദ് നബിയുടെ അടുക്ക പോകാം. ബിശ്ർ പറയാ അത് വേണ്ട. ബിശ്ർ പറഞ്ഞു നിങ്ങളൊരു പണ്ഡിതനില്ലേ കഅബ് ഇബ്നുൽ അശ്റഫ്, മൂപ്പര് യഹൂദി പണ്ഡിതനാണ്, അയാളെടുത്ത് പോവുക. അവ യഹൂദി പറഞ്ഞു അത് വേണ്ട. മൂപ്പർക്കറിയാം അവിടെ പോയാൽ നീതി കിട്ടൂല. നീതി കിട്ടണമെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകണമെന്ന് ജൂതനറിയാം. ജൂതൻ വാശി പിടിച്ചു, അതിൽ ഇയാൾ കുടുങ്ങി. എന്നാ പിന്നെ ഒരു ഗത്യന്തരമില്ലാതെ അള്ളാന്റെ തിരുതൂതരുടെ അരികെ വന്നു. തിരുദൂതര് ആ വിഷയം ശരിക്കും പഠിച്ചു. അതുകൊണ്ടല്ല ചിലപ്പോൾ അതിര് തർക്കമൊക്കെ തങ്ങന്മാരുടെ അടുത്തൊക്കെ എത്തി ആധാരമൊക്കെ കൊണ്ടുവരാൻ പറയും. അപ്പൊ ചിലപ്പോൾ ചിലരെന്ത് ചെയ്യും, അങ്ങനെയാണ് ഇനിയിപ്പോൾ അത് നമുക്കത് തീരുക, ആധാരത്ത് നമുക്കൊന്നും പോണ്ട കൊടുക്കുമെന്ന് എഴുതിയിട്ട്. അല്ലല്ല കൊടുന്നോട്ടെ അറിയും മറ്റേ കക്ഷി നീതിയുള്ള ആൾ അങ്ങനെ കണ്ടാൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടു പേരെയും കേട്ടതിന്റെ ശേഷം വിസ്തരിച്ച് നബി തങ്ങൾ വിധി പ്രഖ്യാപിച്ചു. അവിടെ ബിശ്റിന്റെ അടുത്താണ് പ്രശ്നം എന്നാണ്. യഹൂദിക്ക് അനുകൂലമായിട്ട് വെച്ചു. അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു സംഭവമായിട്ടത്. അള്ളാന്റെ തിരുദൂതര് നീതിയുടെ പക്ഷത്തെ നിൽക്കൂ, ഒരു കാരണവശാലും അനീതി ഉണ്ടാവൂല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അള്ളാന്റെ തിരുദൂതര് ഈ വിഷയത്തിൽ പ്രശ്നം ആരുടെ അടുത്താണ്? ബിശ്റിന്റെ ഭാഗത്താണ്, യഹൂദിന്റെ അടുത്തല്ല എന്ന് പറഞ്ഞു. അതില് അവിടുന്ന് രണ്ടാളും ഇറങ്ങി. ബിശ്ർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഞാൻ അവിടുന്ന് പറയാമെന്നാണ്, ഈ വിധി ശരിയായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം, കഅബ് ഇബ്നുൽ അശ്റഫിന്റെ അരികിലേക്ക് പോകാൻ തയ്യാറല്ലെങ്കിൽ ആയ കിട്ടി എന്നുള്ള നിലക്ക് ഒന്നുകൂടി എന്ത് ചെയ്തു, ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോകാറ്. അതായത് പാളിപ്പോയി, പുലിമടി തലട് കാരണമായിരിക്കേ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോകാറ്. അപ്പോ യഹൂദി പറഞ്ഞായിക്കോട്ടെ പോവാ. കാരണം യഹൂദിക്കറിയാം എന്ത്, മുഹമ്മദ് നബി നീതിയോടുകൂടെ വിധിക്കുന്നുണ്ടെങ്കിൽ വലം കയ്യും ഇടം കയ്യാ സിദ്ദീഖ് എന്നവരും ഫാറൂഖ് എന്നവരും അവിടുന്ന് അനീതിക്ക് കൂട്ടുകൂലെന്നറിയാം.
പോകാറ്. അങ്ങനെ പോയി അവിടെ ചെന്ന് വിവരം അവിടെ കൂടുതൽ പറയേണ്ടി വന്നില്ല. ഇയാൾ പറഞ്ഞു, ബിശ്ർ പറഞ്ഞു, ഇങ്ങനെ മുഹമ്മദ് നബി ഈ കാര്യത്തിലൊരു വിധി വിധിച്ചിട്ടുണ്ട്, അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളൊന്ന് വിധിക്കണം എന്നാണ്. നമ്മളുണ്ടല്ലോ ഒരു പൊന്തിക്കല് പറഞ്ഞുകാണ്ട്, നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കുന്നൊക്കെ പറഞ്ഞാണ്ട് നടക്കൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ് പറയില്ല ചില ആൾക്കാർ. എന്നമാർക്ക് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു വെച്ചാൽ ഇരിക്കുക എന്നാണ്ട് അകത്തേക്ക് പോയിട്ട് വാളെടുത്തിട്ടാണ് മൂപ്പര് വന്നത്. ഇവർ സ്വീകരിച്ചിരിക്കുകയെന്നാണ് കരുതിയത്. പിന്നെ ഒന്നും വിസ്തരിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു അയാളെ കഴുത്തിന് വെട്ടി. ബിശ്റിന്റെ കഥ കഴിഞ്ഞു എന്നാണ്. ഇതൊക്കെ നമ്മൾ എതിരാളികൾ കേട്ടാൽ ഇതാണ് ഇപ്പം നിങ്ങളെ അവസ്ഥ. ഒരു വർത്താനം പറയുമ്പോൾ നിങ്ങൾ തല വെട്ടും എന്നൊക്കെ പറയും. പക്ഷെ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം നടന്നതാണ്. അതായത് അള്ളാന്റെ തിരുദൂതര് വിധിച്ചത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായമെങ്കിൽ ഉമറിന്റെ വിധി ഇങ്ങനെയാണ്. പിന്നെ ആർക്കും ആ ബോധ്യം ഉണ്ടാവില്ല. എന്തിനാ അറിയാം, അത്രയും നീതിമാനാണ് നബിതങ്ങള്. അതോടുകൂടെ ആ മുനാഫിക്കിന്റെ കഥ കഴിഞ്ഞു. ഇതിനെപ്പറ്റി ഇപ്പൊ നമ്മൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ വരുന്ന മറ്റൊരായത്ത് ഞാൻ ഓതാം. അത് കിടക്കുന്ന എവിടെ ഞങ്ങള് സൂറത്ത് നൂറിലെ 47-ാമത്തെ ആയത്ത് നോക്കി. 356. بسم الله الرحمن الرحيم ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين وإذا دعوا إلى الله ورسوله يحكم بينهم إذا فريق منهم معرضون. നമ്മളെ ഈ ആയത്തിനോട് നല്ല യോജിപ്പുള്ള ഒരു ആയത്താണ്. നമ്മളെ ആയത്തിൽ ആദ്യം പറഞ്ഞ മുനാഫികളെ പറ്റിയുള്ള നാവോണ്ടൊന്ന് പറയും, മനസ്സിൽ വേറെ കാരണം. ഇവിടെ പറയും നോക്കി, വയഖൂലൂന, അവര് പറയും, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വബിർറസൂൽ, ഞങ്ങൾ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും, വഅതഅനാ, ഞങ്ങൾ അല്ലാഹുവിനിക്ക് വഴിപ്പെട്ടു എന്ന് അവർ പറയും. പക്ഷേ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും, അവരിൽ നിന്നുള്ളൊരു വിഭാഗം പിന്നെ പിന്തിരിഞ്ഞു പോകും. മിൻ ബഅദി ദാലിക്, ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ശേഷം, വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും അവർ സത്യവിശ്വാസികളല്ല. വഇദാ ദുഊ ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, അവരതാ പിന്തിരിഞ്ഞു പോകുന്നു. ബിശ്റിനോട് പറഞ്ഞല്ലോ, നിങ്ങളെ നബിന്റെ അടുത്തേക്ക് പോയി നമുക്ക് അവിടുന്ന് തീരുമാനാക്കാം. അവിടുന്ന് നബി എന്താണോ വിധിക്കുന്നത് നടപ്പിലാക്കാന്ന് പറയുമ്പോൾ ഒരു പിന്തിരിയാണ്. കാരണം എന്താ, ഓലെടുത്ത് സത്യല്ല. മാത്രമല്ല അത് സത്യല്ല എന്ന് മാത്രമല്ല, ഈമാൻ തന്നല്ല. എന്നാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുന്ന വിഷയമാണെങ്കിൽ അതിവേഗം ഓല് വരും, അതിശീഘ്രം അവരങ്ങോട്ട് വരും. എന്നിട്ട് എന്താ പറയാ, അഫീ ഖുലൂബിഹിം മറൽ, അവിടെ ഹൃദയത്തിൽ എന്താ രോഗമുണ്ടോ? അവിടെ ആ മറല് കൊണ്ട് ഉദ്ദേശം എന്താ പറയുക, കുഫ്ർ. ആ കുഫ്റിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ ഓതി വെച്ച ആയത്തിൽ അവർ കുഫ്റിലേക്ക് അതിവേഗം വരുന്നല്ലോ. മായിദ സൂറത്തിൽ പറഞ്ഞ സത്യനിഷേധത്തിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്ന ചിലരുടെ വാക്കുകൾ അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. അതാണ് അഫീ ഖുലൂബിഹിം മറദ്, അവരെ ഒന്ന് സത്യനിഷേധാണ്. അമിർത്താവോ, അതല്ല ഓല് സംശയാലുക്കളാണോ? അതായത് ചിലർക്ക് എന്താ പറയുക, ഓല് വിശ്വാസികളാണെന്നൊക്കെ പറയും, പക്ഷെ ഓലെ മനസ്സിലെന്തേ കാരണം പരലോകം ഉണ്ടാവോ,
മരിച്ചതിൻ്റെ ശേഷമൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ രണ്ടാമത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പം ഇങ്ങനെ നടക്കുക. മരിച്ചു മണ്ണോട് അങ്ങനെ അങ്ങനെ സംശയിക്കുക. അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അല്ലാഹും അവന്റെ റസൂലും അവരോട് അനീതി കാണിക്കുമെന്ന് അവർ പേടിക്കുന്നുവോ? ചിലർക്ക് അങ്ങനെയാണ്. അതായത് ചിലര് മാത്രം പുറത്തോണ്ട് എന്താ, ഞാൻ ഇപ്പൊ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്താലും പടച്ചവനാണ് സ്വീകരിച്ചില്ലെങ്കിലോ? അങ്ങനെ ഉണ്ടല്ലോ. ഓനിപ്പോ സർവശക്തനാണല്ലോ, ഞാൻ എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്താലും ഓനത് സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്തേക്കാരം? അതുകൊണ്ട് ഇപ്പോ അംഗീകരിക്കാനാവൂല. കണ്ടോ, തെറ്റായ ധാരണയാണ്. അള്ളാഹ് നീതിമാനാണെന്ന് വിശ്വസിക്കണ്ടേ? അള്ളാന്റെ പേരെന്നെ അതിലാണ്, അള്ളാന്റെ പേരാണ്. അപ്പൊ അങ്ങനെയൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ, മറിച്ച് അവര് അക്രമകാരികളാണ്. ഏറ്റവും വലിയ അക്രമം ഇതന്നെയാണ്. കാപ്പറ്റ മനസ്സിൽ കൊണ്ടെടുക്കുക, സത്യനിഷേധത്തെ കൊണ്ടെടുക്കുക, ഇതാണ്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിലപാടെന്താകണം? അതാണ് അടുത്ത ആയത്തിലേക്ക് പറയുന്നത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദൂ ഇലല്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ വാക്ക് അള്ളാഹുവിലേക്ക് അവനെ വിളിക്കപ്പെട്ടു, റസൂലിലേക്കും. എന്തിന്? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഒരു കാര്യം തീരുമാനിക്കാൻ. അൻ യഖൂലു, അവര് പറയുന്നത് സമീഅനാ, ഞങ്ങളെല്ലാം കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങളെല്ലാം അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങൾ കേൾക്കുക മാത്രമല്ല, ആ കേട്ടത് ഞങ്ങൾ അനുസരിക്കും. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അങ്ങനെയുള്ള ആളുകളാണ് വിജയികൾ ആളുകൾ. അത് ആ മുനാഫികളെ പറ്റി പറഞ്ഞപ്പോൾ യഥാർത്ഥ മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹു തആല അവിടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതാണിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ബിശ്റിന്റെ സംഭവം ഒരു ഉദാഹരണം. എല്ലാ മുനാഫിക്കുകളും ഇങ്ങനെയാണ്. ഇതേ ആളുകള് അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തേനൊഴുക്കി സംസാരിക്കുമല്ലോ, ഭയങ്കര സംസാരിക്കാറ് പോലെ അവിടെ നേരത്തെ എത്തും. എന്നിട്ട് എന്ത് ചെയ്തു? മുസ്ലിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾ പൈൽ തന്നെയാണല്ലോ എന്ന് പറഞ്ഞാണ്ട് പോലെ എന്ത് ചെയ്യും? വാങ്ങിക്കൊണ്ടു. അതായിരുന്നു അവരുടെ നിലപാട്. അതാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കപടന്മാരുടെ അവരുടെ വാക്കുകള്, നിലപാടുകള് നബിയെ അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അതും കൂടി തടി കയറ്റണ്ട. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നബിയെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി, കേൾക്കുന്നുണ്ടോ അല്ലേ നോക്കണ്ട. അതൊക്കെ അല്ലാഹു തആല അതിനൊക്കെ ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതാണ്. അപ്പോ ഇനി നോക്കിക്കോളൂ. അപ്പോ കുഫ്റിലേക്ക് അതിവേഗം വരുന്ന ഒരു കൂട്ടര് അവര് അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. എന്താ കാരണം? മിനല്ലദീന ഖാലൂ ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവര് പറയും. ബി അഫ്വാഹിം, അവരുടെ നാവ് കൊണ്ട്, വായ കൊണ്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ വലൻ തുഅ്മിൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഒരിക്കലും അത് വിശ്വസിച്ചിട്ടില്ല. എല്ലാത്തിൻ്റെ അടിസ്ഥാനം അവിടെയുള്ളോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ എന്ന മലക്ക് കൊണ്ടുവന്നതിനെ പറ്റി പറഞ്ഞ ഒരു ഭാഗമുണ്ട്. നസല ബിഹിർ റൂഹുൽ അമീൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുമ്പ് പറയുന്ന എന്താ? നബിയെ ജിബ്രീൽ എന്ന മലക്ക് അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ നൽകിയതാണ്. അത് അങ്ങനെ പറയാൻ കാരണം എന്താ അറിയങ്ങള്? പിന്നെ എല്ലാത്തിന്റെ അടിസ്ഥാനം അതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തും വായനയും നമ്മൾ ആദ്യകാലത്ത് അറിയില്ലായിരുന്നു. അങ്ങനത്തെ നബി തങ്ങളിലേക്ക് അല്ലാഹു തആല ഖുർആനിനെ നേരെ കൽബിക്ക് എന്ത് ചെയ്യാണ്? അതിനിട്ട് കൊടുക്കുകയാണ്. ആ കൽബിക്ക് കൊടുക്കലോടുകൂടെ അതും ആരാ കൊടുക്കുന്നത്? റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ എന്ന് പറയാൻ കാരണം എന്താ? അതായത് നമുക്ക് ജീവൻ നിലനിൽക്കാൻ അത്യാവശ്യമാണ് വെള്ളം, അതുപോലെ തന്നെ ഭക്ഷണം, ഇത്തരം കാര്യങ്ങൾ. എന്നാൽ അതേ സമയത്ത് അള്ളാഹുവിന്റെ മഅരിഫത്ത്, അവന്റെ നൂറ്, അതാണ് നമുക്ക് ആത്മീയമായിട്ട് വിജയം നൽകുന്നത്. അതിന് ജീവൻ നൽകണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള അവന്റെ വചനങ്ങൾ വേണം. അതുകൊണ്ടാണ് ആ വചനങ്ങളുമായി വന്ന മലക്ക് അക്ഷരാർത്ഥത്തിൽ എന്താണ്? ജീവൻ നൽകുകയാണ്. അതുകൊണ്ടാണ് ആ മലക്കിന് റൂഹുൽ അമീൻ, വിശ്വസ്തനായ റൂഹ് എന്ന് പറയാൻ കാരണം അതാണ്. അവിടെ കൽബ് പ്രത്യേകമായതിൽ പറയുന്നത്. മുത്തുനബിയുടെ കൽബിക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തു, കൽബിക്ക് ഇട്ടുകൊടുത്തു. ഈ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരായത്തില്
ഈ മഴയെ പറ്റി പറഞ്ഞെടുത്ത് നല്ല മണ്ണിൽ മഴ വന്നാൽ നല്ല സസ്യലതാദികൾ, അത് മൃഗങ്ങൾക്കൊക്കെ നല്ല മേച്ചിൽ പുറങ്ങളേക്ക് ഇറങ്ങും. അള്ളാഹു തആല ഇത് കൊണ്ടുവരും. അപ്പൊ നമുക്ക് വേണ്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നാൽ മ്ലേച്ഛമായ ഭൂമിയിലാണ് മഴ വന്നതെങ്കിലോ പ്രയോജനം ഉണ്ടാവില്ല. കല്ലുടുമ്പൊക്കെ ഇങ്ങനെ പെയ്താൽ അവിടെ നമ്മൾ ഉദ്ദേശിച്ച സസ്യങ്ങളും മറ്റും മുളച്ചേരൂല. ഇതുപോലെയാണ് നല്ല ഹൃദയത്തിലേക്ക് അള്ളാഹു തആല ഇതിങ്ങനെ വരണം. ഖുർആന്റെ വചനങ്ങൾ അതിങ്ങനെ പെയ്തിറങ്ങണം. നല്ല ഹൃദയം എന്ന് പറഞ്ഞാൽ ആരോടും വെറുപ്പില്ലാത്ത, അതുപോലെ തന്നെ അസൂയല്ലാത്ത, അങ്ങനെ ആകണം. ഒരു മനസ്സിലുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഒരു കുത്തുണ്ടാകരുത്. അങ്ങനെയുള്ള ഹൃദയത്തിലേക്ക് മഴ പെയ്ത് ഇറങ്ങുന്നത് പോലെ അള്ളാന്റെ വചനങ്ങൾ ഇങ്ങനെ ഇറങ്ങണം. അത് നല്ലൊരു ഇടങ്ങേറുണ്ടാണ്. നേരെ മറിച്ച് കറുത്തിരണ്ട ഹൃദയമാണെങ്കിലോ എന്ന് പറഞ്ഞാൽ പലരോടും വെറുപ്പ്, ഇതൊക്കെ പാടെ കൊട്ടക്കണക്കിന് കിൻഡൽ കണക്കിന് നമ്മൾ ഇങ്ങനെ കൊണ്ടെടുക്കുകയാണെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതൊന്നും കയറൂല, വണ്ടി കയറൂല. കൽബിനെ പ്രത്യേകം പറയാനുള്ള കാരണം അതാ. അപ്പൊ ഇവർ നോക്കുമ്പോൾ കൽബിൽ അവർക്കൊരു വിശ്വാസമില്ല. അങ്ങനെയുള്ള ആളുകളുടെ ചില നിലപാടുകൾ അങ്ങയെ എന്ത് ചെയ്യാതിരിക്കട്ടെ, പിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ അറിയങ്ങളെ, ഇപ്പൊ ജൂതന്മാരത് അവിടെ നിൽക്കട്ടെ, ഈ കപട വിശ്വാസികളത് നോക്കുമ്പോൾ ഇന്നത്തെ ഓരോരോ അവസ്ഥകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കി ഒരുപാട് കപടന്മാര് വലസനുണ്ട് ദീനിന്റെ പേരിൽ. അവരുടെയൊക്കെ തനി നിറം ഇങ്ങനെ പുറത്തു വരികയാണ്. നമ്മളിപ്പോ വേദക്കാരെ പറ്റി നേരത്തെ പറഞ്ഞപ്പോ ഓല് കയ്യ് വെച്ചു മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. പരിശുദ്ധമായ ഖുർആനില് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ അവഗണിക്കുന്നത് അതിന്റെ നേർരേഖകൾ നമ്മളിങ്ങനെ കാണാണ്. ഇപ്പൊ പഴയമായിരിക്കുമല്ല, പണ്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് വെട്ടി തുറന്ന് പറയാമായിരുന്നു ചില കാര്യങ്ങൾ. അവൻ പഴച്ചതാണ്. ഇന്നിപ്പോ വെട്ടി തുറന്ന് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓന് കോടതിയെ സമീപിക്കാൻ. അങ്ങനിപ്പോ പഴച്ച ചില ത്വരീഖത്തുകളൊക്കെ അങ്ങനെ കേസേറ്റും പോയതുണ്ട് ഉസ്താദ്മാർക്കെതിരെ. ഞങ്ങൾ പഴച്ചവരല്ല, ഞങ്ങളെ പഴച്ചു എന്ന് പറഞ്ഞ് അപമാനിച്ചു, അതുകൊണ്ട് 2 കോടി മാനനഷ്ടത്തിൽ. 2 കോടിയാണ് ആകെ മാനമുള്ളത്. അപ്പൊ അത് നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ആ 2 കോടി കിട്ടിയാൽ മാനം കിട്ടും. അത് കൊണ്ടുപോലുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പടുത്ത് ഒരാൾ പറയുന്നത് ഇന്നൊരാൾ കാണിച്ചു തന്നെ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. ഞാൻ ഹാർമോണിയം പഠിച്ചത് മഹാനായ ബാബുരാജിൽ നിന്നാണ്. മഹാനായ ബാബുരാജിൽ നിന്നാണ് ഞാൻ ഹാർമോണിയം പഠിച്ചത്. ഒരാൾ പറയണം അത് തങ്ങളാണത്. യഹ്യാ നബിയുടെ പേരുമാണ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഭയങ്കര സൂക്ഷ്മതയുള്ള പ്രവാചകനായിരുന്നു ആര്. എല്ലാവർക്കും സൂക്ഷ്മത ഉണ്ട്, പക്ഷെ യഹ്യാ നബി, കാരണം എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സക്കരിയ നബി അല്ലാതെ പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടിയാണ്. 120-ാമത്തെ വയസ്സിലാണ് ആ കുട്ടിനെ കിട്ടുന്നത്. ആ കുട്ടിനെ പറ്റി ഖുർആൻ പറഞ്ഞത് സയ്യിദാണ്, ഹസൂറാണ്, നബിയ്യും മിനസ് സ്വാലിഹീൻ എന്നാണ്. എല്ലാവരും സ്വാലിഹീങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക എടുത്ത് പറഞ്ഞു. എന്നിട്ട് നോക്കി, അത് മാത്രമല്ല, ഇനി അവിടുന്നൊക്കെ വിട്ടിട്ട് ഇയാൾ പറയാണ് ഞാൻ 15 നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ കുറച്ച് നമുക്ക് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ചെറുപ്പത്തിലല്ല കളിക്കാരനാണ്, പിന്നെ പഠിച്ചു എനിക്ക് ഹിദായത്ത് നൽകി. പക്ഷെ ഔലിയാക്കളിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഔലിയാക്കൾ മഹ്ഫൂദീങ്ങളാവും, ഷെയ്ഖന്മാരുടെ അല്ലേ യഥാർത്ഥ ഷെയ്ഖന്മാർ, യഥാർത്ഥ ഷെയ്ഖന്മാർ. അല്ലാതെ പിന്നെ എല്ലാവർക്കും പറയാം അപ്പൊ ഷെയ്ഖനെ വയസ്സൻ നടത്തണം, അതിന് പിന്നെ ഇനി ബന്ധനൊന്നുമില്ല, വയസ്സായവർക്കൊക്കെ പറയാം. അങ്ങനെയൊക്കെ എല്ലാവർക്കും കൂട്ടാം. നമ്മൾ പിന്തുടരപ്പെടാൻ പറ്റിയ ഷെയ്ഖന്മാരുണ്ടല്ലോ, ഒരു മഹ്ഫൂദീങ്ങളെ കാരണം. മഹ്ഫൂദീങ്ങൾ പറഞ്ഞ എന്താ, അത് ചെറുപ്പത്തിലേ അള്ളാഹുവിൽക്കൊരു കാവൽ കൊടുത്തു. ഓരോരുത്തർ തരികിഴി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാം, തൃപ്പഞ്ചുസ്ഥാനെ നമുക്കൊരു അറിയേണ്ട ആൾക്കാർ പറയാം, അദ്ദേഹത്തിന്റെ ഒക്കെ സമകാലികരെ ഇന്നുണ്ട്, ചെറുപ്പത്തിൽ പഠിച്ചോലെ. അന്നേ 11 റക്അത്ത് വിതറിസ്കരിക്കും, അത്തിപ്പറ്റ സ്ഥാനം പോലുള്ളവര്. അങ്ങനെയൊക്കെ നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും. ഇനി നമ്മൾ അറിയപ്പെടാത്ത കുറെ ഉണ്ടാവും.
ഒരു മഴഫൂലിങ്ങളെ ഓൽക്കൊരു കാവലുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഒരാൾ പറയുന്ന എന്താണ് നോക്കി നിങ്ങൾ, അയാൾ പറയുന്നത് ഞാൻ 5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ്. ഞാൻ അയിമലും നിന്നില്ല, ഞാൻ അത് ഹറാമാണെന്നൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ചില സിനിമാ നടന്മാർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. അല്ല, സ്വർഗം തന്നെ അന്നിപ്പോൾ നമ്മൾ പറയേണ്ട വിഷയമല്ല. പക്ഷെ ഇയാൾ പറയാണെന്ത്, പിന്നെ ആരൊക്കെ ഇപ്പോൾ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു സ്വർഗത്തിലാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ സാധാരണക്കാർ കേൾക്കുമ്പോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ അവാർഡ് കിട്ടി മഫ്തട്ട് കണ്ട് സിനിമ നടിയാണ്, ഇത് തിരക്കടില്ലാന്ന് തോന്നുകയാണേ. പക്ഷെ ആ മേഖലയിലുള്ളവർ പറയുന്നൊരു കാര്യം എന്താ, അത്രയും വൃത്തികെട്ട മേഖലയാണ്. അതുകൊണ്ടാണ് എന്നാളൊരു സിനിമ നടി അവള് വല്ലാതെ കരഞ്ഞു പറഞ്ഞു, അങ്ങനെ പീഡിപ്പിച്ചു ഇങ്ങനെ പീഡിപ്പിച്ചു, എല്ലാവരെയും അവസ്ഥ തന്നെയാണ്. ഇതിപ്പോ സെപ്റ്റിക് ടാങ്കിന്റെ മുന്നിൽ പോയി കണ്ട് അത് തുറന്നു വെച്ചുകൊണ്ട് വാസനയാണോ അറിയും പോലെ വാസന ഉണ്ടാവും, അവിടെ കണ്ടാച്ചാൽ മതി. ഇതുപോലെയാണ് ആ മേഖല. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇന്നലെ ബാറ് പോയി കണ്ട്, ഉദാഹരണം പറയുകയാണേ, അത് മാത്രം റെക്കോർഡ് ചെയ്ത് കൂടെ, ഞാൻ ഇന്നലെ ബാറ് പോയി നല്ലോണം കുടിച്ച് പൂസായി. പിന്നെ ഇന്ന് രാവിലെ ആയപ്പോൾ ലഹരിയൊക്കെ നീങ്ങി, പിന്നെ ഒന്ന് നല്ലോണം കുളിച്ച് ഫ്രഷായി ഈ നീളക്കുപ്പായക്കെട്ട് തരി കെട്ടി വന്നാണ്ട് ഇവിടെ ഖുർആൻ ക്ലാസ് എടുക്കുകയാണ്. ഞാനിപ്പോൾ എടുക്കേണ്ടതൊക്കെ ഇങ്ങനെ നല്ല കോലത്തിലെടുക്കുകയാണ്. പക്ഷേ ഇന്നലെ ഞാൻ ബാറ് പോയിട്ടുണ്ടെങ്കിൽ ഇതറിഞ്ഞ നിങ്ങളെ അവസ്ഥ എന്തേക്കാരം ഒന്ന് പറഞ്ഞാൽ ഇതേമാർക്കല്ലേ അപ്പോൾ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കള്ളുടിച്ചും പോലെ മഫ്തട്ട് കണ്ട് ഇജാബൊക്കെ ഇട്ടുകാണ്ട് സിനിമ നടിയാണ്. ഇത് നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഇപ്പൊ ഒരാൾ പറയാണ് ഞാൻ വരട്ടോ, നിങ്ങൾ എടുക്കാണ്, ഞാൻ വ്യഭിചാരത്തിന് പോവുകയാണ്, ഇത് വരക്കൊണ്ടിട്ടോ. അല്ല, വ്യഭിചാരത്തിന് പോവുകയാണ്, ഇത് വരക്കൊണ്ടിന്ന് അറിയുമ്പോഴല്ലേ. അപ്പൊ ഇതൊന്നും എന്തല്ല, ശരിയായ നിലപാടല്ല, നല്ല പേരേകാരം. അപ്പൊ പൊതുവെ ആളുകൾക്ക് ഇതൊക്കെ ശരിയാണെന്ന് തോന്നാണ്. എങ്ങനെ തോന്നാക്കുക? റാത്തീവുമ്മ മാത്രം കൂടുന്ന ആളാ പറയേണ്ടത്. എത്ര റബ്ബർ പാല് കുടിച്ച ആർക്ക് ഇങ്ങനെ ചാടുകയാണ്. ഇതാണ് ദീൻ എന്ന വിചാരം. തവളച്ചാട്ടം ചാടും പോലെ ഇങ്ങോട്ട് പറയുന്നത് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ. പ്രേം നസീർ സ്വർഗത്തിലാണ്, ഇവർക്ക് ഉറപ്പിട്ടിയാണ്. ആരൊക്കെയാണ് എവിടെയൊക്കെ? പിന്നെ മാമുക്കോയനൊക്കെ എന്തേ പറയാനാവോ? മുഹമ്മദ് കോയുള്ളപ്പോൾ മുഹമ്മദ് പണ്ട് മാമു ആക്കിയതാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമല്ല. ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്താൽ ചിലർ പറയുന്നത് വരക്കാൻ പാടില്ല, ഓനത് വരക്കണ്ടേ. മൂമിനായ ഒരാൾ, മുസ്ലിമായ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാൾക്കത് വരക്കണ്ട. അപ്പോൾ നമ്മളതിലൊന്നും നമുക്കിപ്പോൾ ഒരാളെ സ്വർഗം നരകമൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീരുമാനിക്കാം. ഒക്കെ റബ്ബിൻ്റെ അടുത്തുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന കാര്യങ്ങൾ പാടുണ്ട് പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ദീനിൽ. പിന്നെ എന്താ ഈ വറവ് എന്ന് അറിയേണ്ടത്? എന്താ പ്രത്യേകിച്ച് ആത്മീയ രംഗത്ത്, ആധ്യാത്മിക രംഗത്ത് വറവിന് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ഇതിപ്പോൾ സാധാരണക്കാരൻ്റെ വറവില്ലാത്ത ഇതൊന്നും അല്ലട്ടെ. ശരി, ഇതൊക്കെ ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കാണുന്ന നിറഞ്ഞു നിൽക്കുന്ന ഇവരൊക്കെ പണത്തിന് വേണ്ടി പല കളികളും കളിക്കുന്നവരാണ്. അവിടെയൊക്കെ നിൽക്കുക. ഇപ്പോൾ വേറെ മുസീബത്ത് എന്താ വന്നിട്ടുണ്ട്, അത് പിന്നെ എല്ലാ മതത്തിനും എല്ലാവരും കൂടി ഒന്നായിട്ട് അതിലുണ്ട് തരി കെട്ടിയാല് അന്തം വിട്ടങ്ങനെ നിൽക്കുന്നുണ്ട്. വെള്ളടിച്ചിരിക്കാവോ? തമാശ പറയല്ലേ. എങ്ങനെയാണ് ഇവരൊക്കെ, എവിടുന്ന് ഇവരൊക്കെ വരുന്നോ? ഇവർക്കൊന്നും മാറിക്കൊടുത്തൂടെ? അതോ ചരിത്ര തരികെട്ടോ ഇങ്ങനെയൊക്കെ എത്ര കിലോമീറ്ററാണ് ആവത്? കെട്ടി ഇങ്ങോട്ട് വലിയ കെട്ടുവാണ് ചിലർക്ക്. ഒരൊക്കെയാണിത് മൈക്കിന്റെ മുന്നിക്ക് വരുന്ന ലൈവില് വരേണ്ടത്. അപ്പൊ ഇത് കാണുമ്പോൾ ആൾക്കാർ കരുതും ഇതാണ് റബ്ബേ ദീന്. അങ്ങനല്ല, അതൊന്നല്ല ദീന്. അതങ്ങനെയൊക്കെ വരും. ഇതൊക്കെ എല്ലാ കാലത്തുള്ള നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണ് ബിശ്ർ അമ്മാതിരി കളിയൽച്ചത്. അള്ളാന്റെ തീതുടെ കാലഘട്ടത്തിൽ ഒരുപാട് കപടന്മാരുണ്ടായിരുന്നു. നമുക്കിതൊക്കെ എന്താ ഇപ്പം ഇങ്ങനെ എഴുതും, അതൊക്കെ അങ്ങനെ, അത് പല വേഷത്തിലും വരും. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, എങ്ങോട്ടും പോകണ്ട. ഇപ്പൊ പ്രത്യേകിച്ച് എന്താ അറിയോ, ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ മടിയുള്ള കുറെ ആൾക്കാരുണ്ട്. എങ്ങനെ വേഗം സ്വർഗം കിട്ടുകയെന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഈ കള്ളത്തരീക്കത്തിലൊക്കെ എത്തിച്ചേരുന്നത്. റിസ്ക് എടുക്കാനാവൂല, മൂപ്പരെ ഏൽക്കുകയാണ്. നമ്മളെപ്പണം കൂടിയാൽ പിന്നെ നമ്മൾ ഉണ്ടാവുന്നല്ലോ. അങ്ങനെ പറഞ്ഞുകാണ്ട് പഴപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു മുസ്തഖീമായ മാർഗമുണ്ട്. ആ മാർഗത്തുനിന്ന് ഒരിക്കലും വ്യതിചരിക്കാതിരിക്കാൻ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഏത് കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ, ഇനി പുതിയൊരു സിനിമ വരണം,
ഹറാമ് തീരല്ലാതെ ആണും പെണ്ണും കലരാതെ ഇസ്ലാം വിലക്കിയ ഒരു ഡയലോഗും ഉണ്ടാകാതെ അത് കാണാൻ ആരാ ഉണ്ടാകുക? നമ്മളെ പോലെ അത്ര കുറച്ച് ഖുർആൻ ക്ലാസ്സിന് വരുന്നവരെ ഉണ്ടാവുള്ളൂ. പോയതക്കാര് ഇവര് പറയണ്ടോലെ ഉണ്ടാവുള്ളൂ, വേറെ ഒരു കാണുമോ? ഇല്ലല്ലോ. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ ചില നിലപാടുകളില്ലേ? അപ്പൊ ഏതായിരുന്നാലും നമ്മൾ അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക, അത് ഒരു വിഷയമാക്കാതിരിക്കുക, അത്രയും മാർഗമുള്ളൂ. മൈൻഡ് ചെയ്യണ്ട, അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ പോയിക്കോളും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നോക്കൂ, ഇവിടെ അള്ളാഹു തആല പ്രത്യേകം പറയാണ്, ഇതൊന്നും ഇപ്പൊ നമുക്കൊരു പാടാണത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നിരാശ വന്നുകൊണ്ട് എന്താ ഇപ്പൊ ദീനിന്റെ കഥ അറിയാൻ പറ്റുമോ? ഇല്ലല്ല. കലങ്ങിയ അന്തരീക്ഷത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഈ അഴിമതി കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയും വോട്ട് ചെയ്യാനൊന്നും ആവൂല. ഓരോരുത്തർ കാണിക്കുന്ന അഴിമതി അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ SIR വന്നപ്പോൾ നമ്മളിപ്പോൾ അത് പറഞ്ഞുകാണ്ട് പോയിക്കോളി ഞങ്ങളത് പൂരിപ്പിക്കൊന്നും വേണ്ട അറിയാൻ പറ്റും? ഇല്ലല്ല. അതൊരു വോട്ടയിൽ മാത്രമല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിലെ പല കളികളും കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ പിരാന്താവും. കാരണം അണികൾ പുറത്ത് തല്ലുണ്ടാവും, നേതാക്കന്മാരുള്ളിൽ ചാടിച്ചിട്ടുണ്ടാവും, ഒരു ബായ് ഒരു ഭയങ്കര ബന്ധീകരണം, അതൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ സംവിധാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എൻ്റെ അടി പറയാട്ടോ. ഇപ്പോൾ അതിൻ്റെ ഒരു ടൈമാണ്. അതൊന്നും പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആൾക്കാർ നല്ല പേടിയിലാണ്, നല്ല വേഗാറുള്ള. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരലോകത്ത് അവിടുത്തെ രേഖ ശരിയായിട്ടില്ലെങ്കിൽ കുടുങ്ങേണ്ട ആൾക്കാർക്ക് പേടിയില്ലല്ലോ. ഇവിടെ നല്ല പേടിയുണ്ട്. ഒരു 70-75 വയസ്സായ ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ ഇനി ഒന്നും പ്രശ്നമില്ല ഉസ്താദ് എന്നോട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയില്ലേ, നിങ്ങളത് ശരിയാക്കിയില്ലെങ്കിൽ ഭാവി നിങ്ങളെ കുട്ടികൾ കുടുങ്ങും. വാപ്പാൻ്റെ അവിടെ ഏസിയുണ്ട്. ഇപ്പൊ തന്നെ 2002 ചോദിക്കുകയാണ്, അന്ന് വാപ്പിയും വോട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, നമുക്കൊരു സ്വഭാവമുണ്ട്, ഈ രേഖകളൊന്നും ശരിയാക്കൂല. അവിടെ ഇവിടെയൊക്കെ കയറും. ഇപ്പൊ പല വീടുകളിലും ഈ സ്വലാത്തിന്റെ വീടുകൾ കുറെ ഉണ്ടാവും, പഴയതും പുതിയതുമായിട്ട്. ഉമ്മാനോട് ആധാർ ചോദിച്ചോക്കെ, ഏത് സ്വലാത്തിന്റെ ഉള്ള വെച്ചൊരു കൊടുത്തുണ്ടാവില്ല. ഒരു മണിക്കൂറൊക്കെ തെരഞ്ഞാലും ചിലപ്പോൾ കിട്ടൂല. എന്നിട്ട് കൊയിഞ്ഞാടി കിട്ടണ്ടായിരുന്നു, ജയില ഓർമ്മ ഉണ്ടാവില്ല. ഇതെല്ലാം ഒരു ഫയലാക്കി വെച്ചാൽ എത്ര എളുപ്പമുണ്ട്, എത്ര സമയം നമുക്ക് ലാഭിക്കാം. ഒരു കാര്യത്തിന് ഫോട്ടോ കോപ്പി എടുക്കാൻ നമ്മളൊക്കെ അങ്ങനെ തന്നെ പലരും എടുത്തുകൊണ്ടായാൽ പിന്നെ അത് എവിടെയെങ്കിലും ഒന്ന് വെക്കും. അതൊക്കെ എത്ര നേരം വൈകിട്ടുണ്ടെങ്കിൽ അതാത് സ്ഥാനത്ത് വെച്ച സമയം കുറെ ലാഭിക്കാം, തരേണ്ട ആവശ്യം വരില്ല. കടുകളൊക്കെ ശരിയാക്കണം. അത് ഞാൻ എൻ്റെ അടിയിലൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. എല്ലാ രേഖകളും ക്ലിയർ ആകട്ടെ. അങ്ങനെ നമ്മളെ പ്രയാസപ്പെടുത്താൻ മറ്റുള്ളവർക്കൊരു അവസരം നമ്മൾ എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട. നല്ല ജാഗ്രത വേണമെന്ന് പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. അള്ളാഹു താല എല്ലാ മുസീബത്തുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ, ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതിന്റെ ബാക്കിയുള്ള നോക്കും. അപ്പോൾ ഒന്നതാണ്. രണ്ടാമത്തത്, വമിനല്ലദീന ഹാദൂ, യഹൂദികളായ ആളുകൾ, അവരുടെ വാക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ നബിയെ. ഇങ്ങോട്ട് ഓളെ പറ്റി പറയാണ്. എന്താണത്? സമ്മാഊന ലിൽ കദിബ്, കളവ് കേൾക്കാൻ അവർ ചെവി കൂർപ്പിക്കും. ഒരു വലിയ താല്പര്യക്കാരം, പച്ച നുണ കേൾക്കാൻ അവർക്ക് വലിയ താല്പര്യമായിരിക്കും. സമ്മാഊന ലിഖൗമിൻ ആഖരീന ലം യതൂക്, അങ്ങയുടെ സമീപത്തേക്ക് വരാത്ത ഒരു ടീമിന് വേണ്ടി അങ്ങയെയും ശ്രദ്ധിച്ചു കേൾക്കാൻ അവർ തയ്യാറാകും. ഒരു കൂട്ടർ വന്നിട്ട് വേറൊരു കൂട്ടർക്ക് വേണ്ടി എന്താ നബി പറയുന്നത് കേൾക്കാൻ അങ്ങനെ കണ്ടാകും അവര്. അത് മുനാഫിക്കുകൾക്കും ആ സ്വഭാവമുണ്ട്. അള്ളാന്റെ റസൂല് ഖുർആൻ ഓതുമ്പോ ഒരു ശ്രദ്ധിച്ചു കേൾക്കും. അപ്പൊ നബി തങ്ങൾക്ക് തന്നെ ചോദിക്കും, ഇവർക്ക് നല്ലോണം ഫലം ചെയ്യുന്നുണ്ടാകുമെന്ന്. ഷോല ഒന്നും ശ്രദ്ധിക്കണില്ല. ഒന്നുകിൽ ഒരു ശ്രദ്ധിക്കൂല, അല്ലെങ്കിൽ അത് കളിയാക്കാൻ ഉപയോഗിക്കായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ രണ്ടു കൂട്ടർക്കും ഇത് ബാധകമാണ്. ഒരു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ. യുഹർറിഫൂനൽ കലിം, ഇത് പ്രത്യേകം ജൂതന്മാരെ പറ്റി പറയാണ്. യുഹർറിഫൂനൽ കലിമ മിൻ ബഅദി മവാദിഇ, അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന് വചനത്തെ അവർ മാറ്റം വരുത്തും. അതാണ് ഈ വ്യഭിചരിച്ച ആളെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളത്. അത് തൗറാത്തിലുണ്ട്. ഈ തൗറാത്തിലുണ്ട് പറഞ്ഞാൽ ഇന്നിപ്പോ ബൈബിള് പഴയ നിയമത്തില് ആവർത്തന പുസ്തകത്തിൽ ഇന്നും അത് കിടക്കുന്നുണ്ട്. ബൈബിൾ ആവർത്തന പുസ്തകത്തില് ഈ വ്യഭിചാരം ചെയ്ത ആളെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളത് അതിന്നും അങ്ങനെ കിടക്കുന്നുണ്ട്. ഖുർആനില് എറിഞ്ഞു കൊല്ലണം എന്നുള്ള ഇല്ല കേട്ടോ. ഖുർആനില് അവിവാഹിതനെ 100 അടി അടിക്കുന്നേ കാണുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഖുർആനിൽ ചില ആയത്തുകൾ
ദുർബലപ്പെടുത്തപ്പെട്ട ആയത്തുകളുണ്ട്. ആയത്ത് അവിടെ ഉണ്ടാവും, ആശയം ദുർബലപ്പെടുത്തും. എന്നാൽ ഒറ്റപ്പെട്ട ചിലത് ആയത്ത് ഒഴിവാക്കിയിട്ട് ആശയത്തെ നിലനിർത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഏക സംഭവമാണ് ഏത്? എറിഞ്ഞല്ല എന്നുള്ള സൂറത്ത് നൂറില് ഈ ചാട്ടവാറടി പറയുന്നുണ്ട്. എന്ത് പറയണില്ല? എറിഞ്ഞു വല്ലേ പറഞ്ഞില്ല. അതിൽപ്പെട്ടാണ്. അതാണല്ലോ പിന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സനുഖരിഉക ഫലാ തൻസാ ഇല്ലാ മാ ശാ അല്ലാഹ്. നബിയെ, അങ്ങേക്ക് നാം ഓതിത്തരും, അങ്ങ് ഒരിക്കലും മറന്നു പോകില്ല. ഇല്ലാ മാ ഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശം ഒഴികെ. അല്ലാഹ് ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ താങ്കളെ മറപ്പിക്കുന്നതാണ്. അപ്പോ ആയത്ത് മറപ്പിച്ച് ആശയത്തെ നിലനിർത്തിയിട്ടുണ്ട്. അതാണ് ഏത്? എന്താങ്ങനെ വെച്ചാൽ അള്ളാഹുയിൽ എന്തെങ്കിലും ഹിക്മത്ത് കണ്ടിട്ടിരിക്കും. മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് അള്ളാഹു കൊണ്ടുവന്നത്. അപ്പോൾ അത് എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് നേരെ കാണൂല. എന്നാൽ അതേ സമയത്ത് പിന്നെ ഏത് കാണും? ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നതും നാട് കടത്തുന്നതും സൂറത്തുൽ നൂറിൽ പറയുന്നുണ്ട്. തൗറാത്തിൽ അത് നേരെ പറഞ്ഞു. അപ്പോൾ ഈ ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ശിക്ഷകൾ ഏകദേശം എല്ലാവർക്കും ഒരുപോലെയാണ്. കാരണം എന്താ അറിയോ? അത് എല്ലാ കാലത്തും ആ തിന്മകൾ ഇല്ലാതെയാകാനും ജനങ്ങൾക്ക് ഒരു സമാധാന ജീവിതം ലഭിക്കാനും അത്യന്താപേക്ഷിതമാണ് ശിക്ഷ കഠിനമാക്കുക എന്നുള്ളത്. പക്ഷെ നമുക്കിപ്പോ ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ അങ്ങനെ നിയമം നടപ്പിലാക്കാനുള്ള അധികാരമില്ല. ഇനിയിപ്പോ സിവിൽ വിഷയങ്ങളിലും കൂടി എല്ലാവർക്കും ഒറ്റ നിയമം കൊണ്ടുവരണം എന്നാണ് സംഘപരിവാറിന്റെ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇനിയിപ്പോൾ തലാഖിന്റെ വിഷയം, നിക്കാഹിന്റെ വിഷയം, അനന്തരാവകാശത്തിന്റെ വിഷയം, ഇതൊക്കെ ഒരു കോടതിയിൽ കേസെത്തി കഴിഞ്ഞാൽ അപ്പോൾ ആണിനും പെണ്ണിനും വ്യത്യാസത്തിൽ പിന്നെയുള്ള നമ്മൾ സാധാരണ മുതൽ വരിയേക്കുന്നത് ആ നിയമം വന്നു കഴിഞ്ഞാൽ പറ്റില്ല. എല്ലാവർക്കും തുല്യാക്കണ്ട. പെണ്ണുങ്ങൾ എഴുതും വന്നാൽ മതി ആ നിയമം. നാണുങ്ങൾ വരി നമുക്കും കിട്ടുമല്ലോ. വേറെ ചില കുറേ ബുദ്ധിമുട്ടുകൾ വരാണ്ട്. അങ്ങനെ കരുതണ്ട. എന്നാൽ പിന്നെ ഒക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആണുങ്ങൾ തീരുമാനിച്ച ആഫീസ് കൂട്ടുങ്ങളെ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് വലിയ അപ്പൊ പിന്നെ മൗലികാവകാശം പിന്നെ എന്തിനാ? ഓരോരുത്തർക്കും മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഒരു പക്ഷേ ഇന്നിപ്പോ എല്ലാവർക്കും ഒരേ നിയമം, അതിൽ ചിലപ്പോൾ ഒരു ഹൈറുണ്ടാവും നമുക്കും. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്കങ്ങനെ മഹല്ല് കമ്മിറ്റിക്ക് കൈമുറിക്കാനും മറ്റൊക്കെയുള്ളൊരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ആകെ കച്ചറയാറും എറിഞ്ഞു കൊല്ലലും മറ്റുമൊക്കെ അത് ആളുകൾക്കനുസരിച്ചൊക്കെ ചിലപ്പോൾ വരും. കൊണ്ട് കാളിയാരന്നെ പറഞ്ഞല്ലോ, വടി കൗത്തി വെച്ചുകാണ്ട് ഇങ്ങനെ കടത്തി വെച്ച് അരിയിട്ടാലും മതിയാന്നല്ലോ. അങ്ങനെയൊക്കെ ചിലപ്പോൾ വിഷയങ്ങൾ വരും, ആകെ പ്രശ്നമായിരിക്കും. എന്നാൽ സിവിൽ വിഷയങ്ങൾ അങ്ങനെ വന്നാലോ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ജീവിതത്തിൽ തീരെ അർത്ഥമല്ല. വിവാഹത്തിന് നിബന്ധന വേണ്ട ആവശ്യമില്ല, വലിയന്റെ ആവശ്യമില്ല. അങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി വീട്ടിൽ വന്നു. നമ്മളെ നാടിൻ്റെ അടുത്ത് തന്നെയാണ്. സഹായത്തിനൊക്കെ പറഞ്ഞാണ് വന്നാണ്. അപ്പം അങ്ങനെ സംസാരിച്ചപ്പോൾ ഭർത്താവ് ആദ്യം പിന്നെ കാര്യം തീർത്തിട്ടുണ്ട്. കാരണം പിന്നെ ഇപ്പം എന്താ അവസ്ഥ വെച്ചപ്പോൾ പറഞ്ഞിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളിപ്പോൾ പോയിക്കോളി, ഞാൻ ഞങ്ങളാരെ പരിചയമുണ്ട്, ഞാൻ ഓലായിട്ടൊന്ന് ബന്ധപ്പെടാറുണ്ട്. ഓലായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല, ഓലൊക്കെ എന്നെ ഒഴിവാക്കിക്കണം, നിങ്ങൾക്കൊക്കെ ഉള്ള കെട്ടിച്ചപ്പോൾ തന്നു കുടിഞ്ഞ് ഇങ്ങോട്ട് വരണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞങ്ങളാരങ്ങനെ പറഞ്ഞു. കാരണം ഏതായിരുന്നാലും ഞാൻ ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ ഭർത്താവ് കാര്യം തീർത്തു. പിന്നെ രണ്ടാമതൊരു കല്യാണം കഴിഞ്ഞു, അതും ഇപ്പോൾ പ്രശ്നത്തിലാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് പാപ്പല്ല, ഏതാ ആങ്ങളെയാണ് വലിയ ഇത് ചോദിച്ചു. ആങ്ങളാരൊന്നുമില്ലേനു, വലിയൊന്നുമില്ലേനു പറഞ്ഞു. പക്ഷെ ഞാൻ ആകെ അന്തം വിട്ടോ കിട്ടും. അങ്ങനെയുണ്ടൊരു കല്യാണം. അപ്പോൾ വലിയില്ലാതെ എങ്ങനെ നിൽക്കാറുണ്ട്? അത് ഞാൻ നാഗൂര് പോയിരുന്നു, അവിടുന്ന് ഒരു ഷെയ്ഖാണ് വലിയായി. ഈ സിയാറത്തിന് ഞാൻ നടക്കേണ്ട ടീമായിക്കും. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ നടക്കുകയാണെങ്കിലേ ഞാൻ വേഗം പറഞ്ഞു വിട്ടോ, അത് എന്ത് ഹലാക്കാണ് അവധിയാണ്ട്. എന്താ നമുക്ക് എങ്ങനെ പറ്റുമോ? ഇല്ലല്ലോ. വലിയ വേണ്ടേ? ഇനി വലിയില്ലെങ്കിൽ കാളി വേണ്ടേ? അത് നാഗൂർക്ക് വേണ്ടിയിട്ട് കാര്യമില്ലല്ലോ, അവിടെ അല്ലല്ലേ നമ്മളെ കാളി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് ചില ആളുകൾ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് പോലും പറയും അങ്ങനെ പ്രയാസമാണ്, ഇങ്ങനെ പ്രയാസമാണ്, എല്ലാവരും അവഗണിക്കുകയാണ്. അപ്പോൾ ആങ്ങളാരൊക്കെ അവഗണിക്കാം. കാരണം അതേകാരെ ഇങ്ങനെ അന്തം വിട്ട് നടന്നിട്ട്
അപ്പോൾ അങ്ങനെ കണ്ട് ചില ആളുകളൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ നിയമങ്ങളനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും നോക്കൂ, അപ്പോൾ അള്ളാഹു പറയാണ് അവർ നിയമങ്ങളെ യഥാസ്ഥാനത്തുനിന്ന് മാറ്റി എന്ന് മാത്രമല്ല, യഖൂലൂന അവർ പറയും ഇൻ ഊതീതും ഹാദാ ഫഖുദൂഹു. അള്ളാഹു പറയാൻ നിങ്ങൾക്ക് ഇന്ന രൂപത്തിൽ നൽകപ്പെട്ടാൽ അത് നിങ്ങൾ പിടിച്ചോളൂ. നബിന്റെ അടുത്ത് പോയിക്കോളി, നിങ്ങൾ ചോദിച്ചോളി, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളി. വഇല്ലം തുതൗഹു ഫഹ്ദറൂ. അങ്ങനെ നൽകിയിട്ടില്ലെങ്കിൽ, മറിച്ചാണെങ്കിൽ നിങ്ങൾ നല്ല ജാഗ്രത കാണിക്കണം. വമയ്യുരിദില്ല. എന്തിനാണ് നബിയോട് ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞത്? ഇതൊരു വലിയ ഫിത്നയാണ്, വലിയ പരീക്ഷണാണ്. അതാണ് അല്ലാഹു പറയുന്നത്, വമയ്യുരിദില്ലാഹു ഫിത്നതഹു ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈആ. നബിയോട് അള്ളാഹു താല പറയാണ്, അള്ളാഹു ഒരാൾക്ക് ഒരു പരീക്ഷണം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നബിയെ അള്ളാഹുവിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാൻ താങ്കൾക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, അധീനപ്പെടുത്തി കൊടുക്കാൻ ഒരിക്കലും കഴിയൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ വിഷയം വിട്ടളിയുന്നു. ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബുഹും. അല്ലാഹു പറയുന്നു, അങ്ങനെയുള്ള ആളുകൾ അവർ ആരാണ്? ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും. അവരെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. ലഹും ഫിദ്ദുനിയാ ഖിസിയ്. അവർക്ക് ദുനിയാവിൽ നിന്ദതയുണ്ട്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് പരലോകത്ത് വമ്പിച്ച ശിക്ഷയുമുണ്ട്. പരലോകത്ത് അവർക്ക് വമ്പിച്ച ശിക്ഷ ഉണ്ട്, ദുന്യാവിൽ അവർക്ക് നിന്ദ്യമായ അവസ്ഥ ഉണ്ട് എന്നാണ്. അത് ഏകദേശം നമുക്ക് തന്നെ അറിയാലോ, ചിന്തിച്ചാൽ അറിയാം. ഇങ്ങനെ മാറ്റം വരുത്തിയ ആളുകൾക്കൊക്കെ അല്ലാഹു താല ആ ജൂതന്മാർക്ക് വലിയ നിന്ദ്യത ലോകത്ത് നൽകി. ഓല് ഈ കൃത്രിമത്തിന്റെ ആളുകളായതുകൊണ്ട് വലിയ നിന്ദ്യത അല്ലാഹു നൽകി. ഒരറ്റായത്ത് കൂടി ഉണ്ടാകും കൂടി നമുക്ക്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വന്നത്? സമ്മാഊന ലിൽ കദിബ് അക്കാലൂന ലിസ്സുഹ് ഫഇൻ ജാഊക ഫഹ്കും ബൈനഹും ഔ അഅ്രിദ് അൻഹും وَإِن تُعْرِضْ عَنْهُمْ فَلَنْ يَضُرُّوكَ شَيْئًا وَإِنْ حَكَمْتَ فَاحْكُمْ بَيْنَهُمْ بِالْقِسْطِ إِنَّ اللَّهَ يُحِبُّ الْمُقْسِطِينَ. സമ്മാഊന ലിൽ കദിബ്, പച്ചക്കള്ളം ചെവി കൊടുക്കുക, കേൾക്കാൻ ചെവി കൊടുക്കുന്നവരാണ് അവർ. അതിന് അവർക്ക് വലിയ താല്പര്യമാണ് കള്ളം കേൾക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇവരുടെ ഈ പുരോഹിതന്മാർ ഭൗതിക താല്പര്യത്തിന് വേണ്ടി അവർക്ക് ഓതി കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ആ കള്ളങ്ങളെ ഒരു സ്വീകരിക്കുകയാണ്. ഇനി ഒരിക്കലുള്ളൊരു പ്രശ്നം എന്താ അറിയോ? അക്കാലൂന ലിസ്സുഹ്. അവർ ഹറാമ് ഭക്ഷിക്കുന്നവരാണ്. അതായത് സാമ്പത്തിക വിഷയത്തിലും ഓൽക്ക് യാതൊരു വിശുദ്ധിയില്ല. അവിടെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും പെടുന്ന ഈ റിബയാണ്, പലിശ. അക്കാലൂന ലി സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവര് പിന്നെ ഹറാമ് കഴിക്കും, തിന്നും. അവിടെ തന്നെ കാര്യങ്ങൾ പോയി. ഈ പണം ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഏത് മാർഗവുമാകാം എന്ന് കണ്ടാ പോയില്ലേ? ഏത് മാർഗവും. ഇപ്പോൾ ഒരാൾ ഒരു അനുഭവം പറഞ്ഞു. അയാള് കാട ഇറക്കി കൊടുക്കുന്ന കാട. അപ്പൊ ഈ കാട ഇറക്കി കൊടുക്കുമ്പോ പിന്നെ ഈ കൊണ്ടുപോകുന്ന പിന്നെ എല്ലാ കടിയിലും കൊടുക്കുന്ന ആള് കൊണ്ടുപോകുമ്പോ കുറച്ച് എണ്ണം കാടനെ ഏറെ കൊടുക്കും. എന്താ കാരണം? ചിലപ്പോൾ അത് പോകുമ്പോ വല്ലതും ചാവുകയാണെങ്കിൽ അത് പകരം വെച്ചു കൊടുക്കാറ്. അപ്പൊ ചത്തതിനെ ഇങ്ങോട്ട് തിരിച്ചേൽപ്പിക്കണം എന്നാണ് നല്ല കണക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇയാളെ ഏൽപ്പിക്കുന്നൊക്കെ ദിവസം ചാവുക എന്ന് അയാൾ പറയണോണ്ട് സാധനം എത്തിച്ചു കൊടുക്കണില്ല. മറ്റയാളെ അന്വേഷിച്ച് നോക്കുമ്പോ ആക്കെ മറിച്ചു വെക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഒരു ആള്, വേറൊരു സഹോദരൻ പറഞ്ഞു, അയാള് കാറ് നന്നാക്കാൻ വേണ്ടി കൊണ്ടേ കൊടുത്താണ്. പിന്നെ തിരിച്ചു കൊടുന്ന് വേറെ ആളെ കൊണ്ട് നോക്കിച്ചപ്പോഴാണ് ആ കാറിന്റെ ഒരു ലൈറ്റ് വെല്ല ഊരിയിട്ട് പകരം ഒരു ഒറിജിനൽ എടുത്തിട്ട് അതിന് പകരം വേറൊന്ന് വെച്ചു. എന്നിട്ട് അയാൾ അത് മറിച്ചു വിട്ടു. ചെറിയ ചെറിയ കാര്യങ്ങള്. പക്ഷേ ആളുകൾ നോക്കുങ്ങള് അങ്ങനെ തന്നെയുള്ള വലിയ വലിയ വിഷയങ്ങളിലേക്ക് എത്തല്.
പണത്തിന് വേണ്ടി ആളുകൾ ഏത് മാർഗവും സ്വീകരിക്കും. അതിപ്പോ മൊത്തത്തിലെ ആളുകളെ അവസ്ഥ അതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെ സുഡാനിലെ ആളുകൾ ഇറങ്ങാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് തന്നെ വിഷമത്തിലാണല്ലോ. ഈ പിന്നെ സുഡാനിലൊക്കെ ഇപ്പൊ നടക്കുന്നത് ഗസയിൽ നടക്കുന്നതിന്റെ എത്ര ഇരട്ടിയാണ്, ക്രൂരതയാണ്. പക്ഷേ ദേശീയ ചാനലുകളൊക്കെ അത് കൊടുക്കുമ്പോൾ തമ്പുലൈന് കൊടുക്കുന്നത് പോലും മുസ്ലിം വേഴ്സസ് മുസ്ലിം, നമ്മൾ തമ്മിലുള്ള അടിയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താ? അധികാരം, അതുപോലെ തന്നെ പണം. അല്ലെങ്കിൽ ഈ ഇപ്പൊ ഖത്തർ ചെറിയൊരു രാജ്യമാണ്, പക്ഷെ ലോകം നിയന്ത്രിക്കും പോലെ ചിലപ്പോൾ അവരൊക്കെ അമേരിക്കനെ വരെ ചിലപ്പോൾ നിയന്ത്രിക്കും. ഓലെ അടുത്തുള്ള കാശ് ഓൽക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ നിലക്ക് നോക്കുകയാണെങ്കിൽ 2024 മാത്രം 64.4 ടണ്ണ് സ്വർണം ഖനനം ചെയ്ത രാജ്യമാണ് ഏത്? സുഡാൻ. ഒരു കൊല്ലത്തിലാണ്. അങ്ങനെ ഓരോ കൊല്ലം കഴിയുന്നുണ്ട്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യമാണ്. എങ്ങനെ ഇത് വേണ്ടത്? രണ്ടും കൂടി എങ്ങനെ? അല്ലാഹു തആല പ്രകൃതിയിൽ 2 വിഭവങ്ങൾ ഓൽക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ഉയരമായിരുന്നു, ഇസ്സത്തോടുകൂടെ. ഒന്ന് പെട്രോളിയം, മറ്റൊന്ന് സ്വർണം. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത പഠിച്ചവർക്ക് കൊടുത്തു. പക്ഷെ അവിടെ ഒന്നും പട്ടിണ. 1994 നമ്മൾ ഈ മറ്റേ അമേരിക്കയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രൈസ് ഉണ്ടല്ലോ, ഒരു അവാർഡ് ഉണ്ട്, പുലിറ്റ്സർ. ആ അവാർഡിന് അർഹത ഉണ്ടായ ഒരു ചിത്രമുണ്ട്. ഇന്നൊക്കെ ആണെങ്കിൽ അത് AI സംവിധാനത്തിലൂടെ ഉണ്ടാക്കിയാണെന്ന് പറയും. ആ പഴയ ആ ഫോട്ടോ ലോകത്ത് വലിയ ചർച്ച. 31 കൊല്ലം മുമ്പാണ് ആ ഫോട്ടോ വന്നത്. അതായത് ഇന്നത്തെ സുഡാനിൽ ഇന്നെങ്ങനെ നമ്മൾ കണ്ട അതേപോലെ. ഞാൻ ഈ സൊഴുത്ത് പറയുമ്പോൾ പറയാം, കടുത്ത പട്ടിണി കാരണം വന്ന് UN വിതരണം ചെയ്യുന്ന ഭക്ഷണം ഒരു ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഈ സുഡാനിലെ കുട്ടികൾ പാത്രം പിടിച്ചിട്ട് 31 കൊല്ലം മുമ്പ്, ഇന്നും അങ്ങനെ തന്നെ, അവര് ആ ഭക്ഷണത്തിന് വേണ്ടി ഇടഞ്ഞു വരികയാണ്. കാരണം ഭക്ഷണം കിട്ടിയിട്ട് അവശരാണ് പല കുട്ടികളും. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഈ ക്യാമ്പിലേക്ക് വന്ന ഒരു ഫോട്ടോഗ്രാഫർ കെവിൻ, അയാളെ ദൗത്യം നിർവഹിച്ച അയാൾ മടങ്ങാണ് ക്യാമ്പിൽ നിന്ന്. ഈ മടങ്ങുമ്പോൾ അയാളൊരു കാഴ്ച കാണാണ്. എന്താ? ഒരു കുട്ടി, ഒരു സുഡാനിലെ ഒരു ബാലൻ, ആ കുട്ടി ഇഴഞ്ഞു വന്ന് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയണില്ല, ക്യാമ്പ് എത്താൻ കഴിയണില്ല. കാരണം അത്രക്കും അവശനാണ്. അതെ, നമ്മളിപ്പോ സുജൂദിൽ കിടക്കുമല്ലോ, അതൊന്നും കൂടിയാണ് അമർന്ന് അങ്ങനെ ഉണ്ടാവും. ആ കോലത്തിൽ ആ കുട്ടി നിലത്ത് കിടക്കുകയാണ്. ആ കുട്ടിന്റെ നേരെ ബാക്കിൽ ഒരു ശവന്തീനി കടുകൻ. ആ കടുകന് കുട്ടിന്റെ ജീവനാണ് നിലച്ചാല് കുട്ടിനെ റാഞ്ചാൻ വേണ്ടി കാത്തിക്കാണ്. ഊടം പാർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കെവിൻ ഈ ഫോട്ടോ പകർത്തി. ആ ഫോട്ടോക്കാണ് അവാർഡ് കിട്ടിയത്. ആ വർഷം ലോകത്താകെ ചർച്ച വന്നത്. പക്ഷേ കെവിന് സമാധാനമില്ല. പലരും വിചാരിച്ചെന്താ, കെവിൻ ആ ഫോട്ടോ പകർത്ത് മാത്രമല്ല ആ കുട്ടിനെ ക്യാമ്പ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ്. ഇയാൾക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് ഇയാൾ വേഗം അവിടുന്ന് പോകുന്നു ചെയ്തിട്ടുണ്ട്. അവാർഡൊക്കെ കിട്ടി, എല്ലാവരും സന്തോഷമില്ല, ഇയാൾക്ക് സന്തോഷം വരുന്നില്ല. അയാൾ ആത്മഹത്യ ചെയ്തു. മാനസിക വിഷമം. കാരണം ഞാൻ ആ കുട്ടിനെ എന്ത് ചെയ്യണ്ടായിരുന്നു? രക്ഷപ്പെടുത്തേണ്ടായിരുന്നു. ആ കുട്ടിയെ ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് ആ ഭക്ഷണം അവിടെ എത്തിക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം. ആളുകൾക്കോ അയാളത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ധാരണ ഇവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത് എന്താ അറിയോ, അന്ന് 31 കൊല്ലം മുമ്പ് സുഡാൻ എങ്ങനെ ഇന്നും ഇപ്പൊ നമ്മൾ കാണുന്ന ഇന്നത്തെ ഫോട്ടോസ് എന്താ പാടെ നടക്കുന്നത്? ഇതെന്താ പഠിപ്പിക്കുന്നത്? മുതൽ എന്നുള്ളൊരു ചിന്ത ഭരണം നടത്തിയവർക്ക്. നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായി 9 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ 46 കിട്ടിയ, ഓൽക്ക് 56 ഓൽക്ക് എന്ത് ചെയ്യുന്നത്, പിന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നത്. ബ്രിട്ടനും അതുപോലെ ഈജിപ്തൊക്കെ അധിനിവേശം നടത്തിയ സുഡാന് അതിന്ന് മോചരായി. പക്ഷേ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പട്ടാളത്തിന്റെ കയ്യിലായി. പിന്നെന്തായി? ഭരണം നടത്തുന്ന ഭരണാധികാരിക്ക് അവരുടെ പട്ടാളക്കാർ അവർക്ക് തന്നെ ഇനി എതിരാകുമെന്ന് വിചാരിച്ച് ഒരു സമാന്തര സേനയുണ്ടാക്കി. അത് ഈ RSF. ഇനി വലിയ സങ്കടം എന്താ? RSFന് സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടവരാണ് UAE.
അതാണ് പോലും ഉണ്ടാത്തത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഗസയുടെ ആ കരാറിൽ പിന്നെ സമ്മർദ്ദം ചെലുത്താൻ UAE സൗദി അറേബ്യ ഒന്നും വല്ലാതെ മുന്നോട്ടില്ലല്ലോ. ഒക്കെ ഇങ്ങനെ ഉണ്ടോ ഇഷ്ടണ്ട് ആളെ കുപ്പിയിലാക്കേണ്ട ഒരു പരിപാടിയല്ലോ. ഇല്ല, അത് ഫ്രാൻസും ഇറ്റലിയും അതുപോലെ തന്നെ കാനഡയും. ഫ്രാൻസിനും ഇവൽക്കൊക്കെ എന്ത് ഫലസ്തീനെ കൊണ്ട് ഒരു ഉപകാരമില്ല, അല്ല മാനുഷിക പരിഗണന മാത്രം നൽകിയിട്ടാണ്. അതുപോലും അറബ് രാജ്യങ്ങൾ ചെയ്തില്ല. അതാ അവർക്ക് പണമാണ് വേണ്ടത്. അല്ലാത്തൊരു മുസീബത്തല്ലേ. അതെന്തറിയോ, ഖുർആൻ പറഞ്ഞതൊക്കെ പുലരണം. സൂറത്ത് റൂമിലൊരായത്തുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യർ ചെയ്ത ചില പ്രവർത്തനങ്ങൾ കാരണം, അവരെ കൈകൾ ചെയ്ത ചില ചെയ്തികൾ കാരണം ഭൂമി കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു. അതൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെന്തുവാണെന്നറിയങ്ങള്, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇസ്ലാമിക ഭരണാധികാരികൾ എപ്പോഴും ഓതുന്നൊരായത്തുണ്ടായിരുന്നു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 5ാം ഖലീഫ എപ്പോഴും പറയും, ഞാൻ ഏറ്റവും കൂടുതൽ ഓതുന്ന ആയത്തിനെ കുറിച്ചല്ല, ആയതിനെ കുറിച്ച് ഓതും, പക്ഷെ അതിലേറെ ഞാൻ ഓതുന്നൊരായത്തുണ്ട്. അതെന്തിനാണ്? ഭരണാധികാരികൾക്കൊരിക്കലും അഹങ്കാരവും ഫസാദ് ഉണ്ടാക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. അധികാരം തനിക്ക് തന്നെ വേണമെന്ന് കരുതുമ്പോഴാണല്ലോ ഏത് നെറികേടും ചെയ്യാം സമ്പത്തിന് വേണ്ടിയിട്ട്. ആയത്തേതാ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഞാൻ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഓതിയ ആയത്ത്, കാരണം ഭരണം ഏറ്റെടുത്തതിന് ശേഷം പിന്നെ ഈ ആയത്തിനെ എങ്ങനെ ഓതും? ഫയക്കൂല. ആയത്ത് ഇതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ആ ആയത്തിൽ പറയുന്നത് അങ്ങനെയാണ്, തിൽക ദാറുൽ ആഖിറ, ഈ പരലോക ഭവനം അതാർക്കാണ്? തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിൽ അഹങ്കരിക്കാത്ത, കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കാത്തവർക്കാണ് പരലോകത്തെ സ്വർഗഭവനം. ഇതിങ്ങനെ എപ്പോഴും ഓതുന്നത്, അധികാരം കാര്യങ്ങളും കയ്യിലുണ്ടാവും, ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവും, അങ്ങനെയാണ് ഈ ഫിത്ന ഉണ്ടാക്കുന്നത്. ഇന്ന് ഭരണാധികാരികൾക്കില്ലാതെ പോയി. നമ്മളാലോചിച്ചു, ഇപ്പോൾ പിന്നെ അറബ് ഭരണാധികാരികൾ എത്ര സ്വത്തും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു കാറിൽ പോകണമെങ്കിൽ ഓലൊരു കാറിൽ പോകണമെങ്കിൽ 2-4 ടയറാണ്. അവർക്ക് അത്ര ആസ്തി ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരു സ്വർണം കലക്കി ഇങ്ങനെ കുടിക്കണമെന്നില്ല. കിൻഡൽ കണക്കിൽ തിന്നാനൊന്നും ഓലെ കൊണ്ടും കഴിയൂല. ഓരോ ചിലപ്പോൾ ഭക്ഷണത്തിന് ഭയങ്കര നിയന്ത്രണീകരണം എങ്ങനെയും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നുണ്ടോ പോലും ഇന്നുണ്ടാവില്ല. എല്ലാവർക്കും ഒരേപോലുള്ള ആയുഷ്കാലം കിട്ടണമല്ലോ, എല്ലാവർക്കും. അതിൽ കൂടുതലൊന്നും ആർക്കും ഒന്നും കിട്ടണില്ല. പക്ഷെ എന്താ ചെയ്യാ? അപ്പൊ അതുകൊണ്ട് തന്നെ അൻസാറുകളും മുഹാജിറുകളും എങ്ങനെയാണ് ആ സ്നേഹവും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് സുഡാനിൽ വളരെ കഷ്ടമാണ്. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അല്ല നമ്മളെന്താ ചെയ്യുക? കാരണം അത്രക്കും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ചയിൽ കൊല്ലുന്ന അവസ്ഥയല്ല, കത്തിക്കുക, അതുപോലെ തന്നെ വെടിവെച്ചിട്ട് കുടിയിലേക്ക് തള്ളിയിടുക, ജീവൻ പിരിയുന്നതിന് മുമ്പ് മണ്ണിട്ട് മൂടുക. ഗസയിലൊക്കെ ചെറിയ കുട്ടികളെ കൊല്ലുന്നുണ്ടെങ്കിലും അത് ഒന്ന് മറച്ചേണ്ടത് പരസ്യമായിട്ട് വീഡിയോ എടുത്തിട്ട് ഓലെന്നെ വിടുകയാണ്. എവിടുന്നാണ് ഈ ആയുധം കിട്ടുന്നത്? ഇസ്രായേലിന്റെ പീഡന മുറി ഇവരത് ഏകദേശം ഒരേപോലെയാണ്. 2 കൂട്ടർക്ക് ആയുധം എത്തിച്ചു കൊടുക്കേണ്ട ഒരേ കൂട്ടരായതുപോലെയാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിയിക്കുന്ന എന്താന്ന് വെച്ചാല് ഇതന്നെ സമ്പത്തിനോടുള്ള ആ ഭ്രമം, അത് എല്ലാവർക്കും അതാണ് ആവശ്യം. അപ്പൊ സ്വന്തത്തെ മറന്നുപോയി എന്നുള്ള അത് നമ്മൾ ചെറിയ പിന്നെ ഒരു ശാഖ എന്ന് പറയല്ലോ, അല്ലെങ്കിൽ ഒരു മഹല്ല് എന്ന് പറയാ, അവിടുന്ന് തുടങ്ങിയ ആള് ആഗോളതലത്തിൽ വരെ അതേ നിലപാടുണ്ട്. പിന്നെ അതൊക്കെ പുലരണല്ലോ, അതാണ്. അപ്പൊ ഇവർക്കും പറ്റിയ കുഴപ്പതാണ്. അതാണ് അക്കാലൂനടി സുഹൃത്ത്, ഒരു ഹറാമ് തിന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നത് പലിശ. അങ്ങനെ പറയാൻ കാരണം ഖുർആൻ പലിശയെ നിരോധിച്ച അതേപോലെ പലിശ തൗറാത്തിലും എന്തായിരുന്നു? ഒരു നിരോധിക്കപ്പെട്ട കാര്യമായിരുന്നു. പക്ഷെ ഓലെന്ത് ചെയ്തു? ആ കാര്യം നബിയെ, അങ്ങനെയുള്ള ആളുകൾ അങ്ങയുടെ സവിധത്തിൽ വന്നാൽ നിങ്ങൾക്ക് വിഷമൊന്നും വേണ്ട, ഓല് നിങ്ങളെടുത്ത് വന്നു, എന്നാ പിന്നെ പഴക്കും വൈനവും നിങ്ങൾ അവർക്കിടയിൽ വിധിച്ചോളൂ. ഔ അഴിരിൽ അൻഹും, അല്ലെങ്കിൽ അവരെ അവഗണിച്ചോളൂ, അത് നിങ്ങളെ സൗകര്യം പോലെയാണ്. അതെന്തറിയോ? ഇപ്പൊ ചില കേസുകൾ വരുമ്പോ
ഇനിയിപ്പോൾ അവിടെ ഒരു സംശയം വേണ്ടട്ടോ, ഈ യഹൂദികൾ വേറൊരു വിഭാഗമല്ല, അതിലെന്താ നമ്മൾ വിധിക്കേണ്ടത്? എന്താ അറിയോ, ഓൽക്കും ഞമ്മക്കത് ഒരേ വിധിയാണ്. മാത്രമല്ല ഇപ്പോ തൗറാത്തിൽ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞമ്മക്കും പറഞ്ഞൊരു വിഷയം നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതുപോലെ തൗറാത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇഞ്ചിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. യഹൂദികളും ജൂതന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യം ഉണ്ടായിരുന്നു. എന്നതുപോലെ ചില വിഷയങ്ങൾ തൗറാത്തിൽ ഇഞ്ചിയിലൊക്കെ പറഞ്ഞ് ഖുർആൻ അങ്ങനെ തന്നെ നമുക്കുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളിൽ ഓല് വരികയാണ്, തീരുമാനമാക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ തീരുമാനമായിക്കോളൂ. ചിലത് ഇനി വേണ്ട. ഇപ്പൊ നമ്മളെടുത്തൊരു കേസ് വരുമ്പോ അത് എൻ്റെ അടുത്തേക്ക് വരണ്ട, അത് പറയാം. എന്താ കാരണം? ഉമർ തങ്ങളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ചില ഇത് വന്നാൽ മൂപ്പര് പറയും അതുകൊണ്ട് വരണ്ട. എന്താ കാരണം? അത് മൂപ്പരയിൽ എന്തെങ്കിലും കണ്ടുക്കും. അത് ചിലപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞാൽ കേൾക്കാത്ത കക്ഷികളൊക്കെ ഉണ്ടാവും. വെറുതെ ഞാൻ ബഹളാക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ എല്ലാവർക്കും ഒരു പ്രയാസമായി. കാരണം തങ്ങളെടുത്തും പോയി അവിടുന്ന് പറഞ്ഞാൽ കേട്ടില്ല എന്നാണ് വേണ്ട, അങ്ങനെ വരണ്ടാച്ചാൽ മതി. അത് എല്ലാ വിഷയത്തിലും അങ്ങനെ ഉണ്ട്. നമ്മൾ പിന്നെ കഴിവ് തെളിയിക്കണം എല്ലാത്തിലും ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചിലതെന്ത് ചെയ്യാം, തള്ളാം. അതിനുള്ള രേഖയും കൂടിയാണ് അത്. നമുക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത്, അത്രേ ഉള്ളൂ. വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാകരുത്. പിന്നെ ചിലതൊക്കെ നമ്മൾ ഒഴിഞ്ഞെടുക്കേണ്ടി വരുമല്ലോ, അല്ലേ? ഇപ്പോ ഖാലിയുടെ മകന്റെ ഒരു പ്രശ്നം ഒരു ഖാലിയുടെ അരികത്താണെങ്കിൽ അത് വേറെ ഖാലിയിലേക്ക് വിടണമെന്നാണ് തെറ്റിദ്ധാരണ ഉണ്ടോ? അവിടെ മകന്റെ അടുത്താണ് നീതി എന്നുണ്ടെങ്കിലും അത് പിതാവല്ലേ വിധിക്കുന്നത്. അയാൾ എത്ര സത്യസന്ധനാണെങ്കിലും വേറുള്ളവർ കേൾക്കുമ്പോ അപ്പൊ എന്തായിരുന്നാലും ഇപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാകുക. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ് എന്ത്, ഞങ്ങൾ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് അന്നത്തെ പ്രിൻസിപ്പള് കരുവാരക്കുണ്ട് KK ഉസ്താദിന്. അപ്പൊ അങ്ങനെ KK ഉസ്താദിനോട് വീട്ടിൽ ചെന്നപ്പോ KK ഉസ്താദിന്റെ മോനന്ന് എവിടെ ഉണ്ട്, കോളേജിലുണ്ട്. അപ്പൊ KK ഉസ്താദിന്റെ മോന് ഒരിക്കൽ KK ഉസ്താദിനോട് വീട്ടിൽ വ്യാഴാഴ്ച വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഒരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് ഒരു ലീവ് ആണെന്ന് പ്രിൻസിപ്പളോടാ ചോദിക്കണേ. അപ്പോ KK ഉസ്താദ് പറഞ്ഞ പോലോ അത് കാളമ്പാടി ഉസ്താദിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. കാളമ്പാടി ഉസ്താദ് വൈസ് പ്രിൻസിപ്പളാണ്. എന്താ കാരണം? ഉസ്താദിന്റെ സൂക്ഷ്മതയാണ് അത്. ഉസ്താദിന്റെ മകന് ലീവ് കൊടുക്കുക അറിയുമ്പോൾ അത് ചിലപ്പോൾ കുട്ടികൾ വേറെയുള്ള കുട്ടികൾ അനക്കിറക്കിടില്ലാറ് തരീന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയല്ല വാപ്പാക്കും കുട്ടിക്കും. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. മൂപ്പര് ആ ഗൗരവത്തിൽ തന്നെ അത് ഇവിടുന്ന് ചോദിക്കണ്ടാറ് മകനോടെ. അത് കോളേജിൽ പോയിട്ട് ഉസ്താദിനോട് ചോദിക്കാം, കാളമ്പാടി ഉസ്താദിനോട് ചോദിക്കാൻ പറഞ്ഞു. അതേപോലെ ഉണ്ട്. അപ്പൊ ചിലതൊക്കെ നമ്മൾ എന്തുണ്ട്, അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ ഒഴിവാക്കി വിടേണ്ട വേണ്ടി. അതെന്തിനാണ്? നീതി അറിയിക്കാനാണ്. അതാണ് ഇവിടെയും പറയുന്നത്. നബിയെ അങ്ങ് സ്വീകരിച്ചോളി, അല്ല അത് ആയിരുതാണ് അല്ലെങ്കിൽ അവഗണിച്ചോളി, പോയി പണിയൊക്കെ പറഞ്ഞോളി, അത് നിങ്ങളെ സൗകര്യം പോലെയാണ്. തൊഴിൽ അനുഭവം ഇനി അവരങ്ങനെ പിന്തിരിഞ്ഞു പോയി എന്നുള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വർണ്ണ കേൾക്കാതെ അതിലൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം, അങ്ങെങ്ങാനും വിധി പ്രസ്താവം നടത്തുകയാണെങ്കിൽ അവർക്കിടയിൽ നീതിപൂർവം വിധിച്ചോളൂ നബിയെ. അത് എന്ത് വന്നാലും നീതിപൂർവം വിധിക്കണം. ഇസ്ലാമിലുടനീളം അങ്ങനെയുള്ളോ. ഇപ്പോ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് മുസ്ലിം സേനയിൽപ്പെട്ട ഒരാള് ഒരു ജൂതന്റെ മുതലെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ജൂതൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പരാതി പറഞ്ഞപ്പോ നഷ്ടപരിഹാരം കൊടുക്കാൻ പാസ്സാക്കിയില്ല ഉമർ റളിയല്ലാഹു അൻഹു. അത് നമ്മളെ സൈനികനാണ്, മറ്റേ ആള് മറുഭാഗാണ്, അത് മൈൻഡ് ചെയ്യാതെന്നോ ഇല്ലല്ല, അവിടെയൊക്കെ നീതിയാണ്. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. നീതിയോടുകൂടെ വിധിച്ചോളൂ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. തീർച്ചയായിട്ടും അല്ലാഹു തആല നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാകുന്നു. നീതിമാന്മാരോട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ നീതിയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, അല്ലാഹു തആല ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. بسم الله الرحمن الرحيم يا أيها الرسول ورسوله لا يحزنك الذين يسارعون في الكفر. സത്യനിഷേധത്തിലേക്ക് കുഫ്രിലേക്ക് ദ്രുതസഞ്ചാരം നടത്തുന്ന ഒരു കൂട്ടർ അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ, അങ്ങേക്ക് പ്രയാസം ഉണ്ടാക്കാതിരിക്കട്ടെ.
മിനല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. സ്വന്തം നാവ് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അവർ പറയും, പക്ഷേ ഹൃദയം കൊണ്ട് അവർ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു കൂട്ടര് അവർ പറയുന്നത് അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. വമിനല്ലദീന ഹാദൂ, യഹൂദികളായ ജൂതന്മാരായ ആളുകളും അവർ പറയുന്നതും അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. സമ്മാഊന ലിൽ കദിബ്, സമ്മാഊന ലിൽ കദിബ്. അല്ലാഹു തആല പറയാണ്, അവര് കളവ് ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ്, ചെവി കൊടുക്കുന്നവരാണ്. സമ്മാഊന ലിഖൗമിൻ ആഖരീന ലം യഅ്തൂക്, അങ്ങയുടെ അരികിലേക്ക് വരാത്ത ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ടും അവർ ശ്രദ്ധിച്ച് കേൾക്കും. യുഹർരിഫൂനൽ കലിമ മിൻ ബഅദി മവാളിഇ, യഥാസ്ഥാനത്ത് വെച്ചതിന്റെ ശേഷം റബ്ബിന്റെ വചനങ്ങളെ മാറ്റുന്നവരായിരിക്കും അവർ. യഖൂലൂന, മാത്രമല്ല അവർ പറയും, ഇൻ ഊതീതും ഹാദാ ഫഖുദൂ, ഞങ്ങൾ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എടുത്തോളൂ. വ ഇല്ലം തൂതൗഹു ഫഹ്ദറൂ, മറിച്ചാണെങ്കിൽ നിങ്ങൾ അതിനെ ജാഗ്രതയോടുകൂടെ കാണണം. വമൻ യുരിദില്ലാഹു ഫിത്നത, അല്ലാഹു പറയുന്നു, അല്ലാഹു തആല പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരുത്തനെ, ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് വരുന്ന ഒന്നും അധീനപ്പെടുത്താൻ നബിയെ താങ്കൾക്ക് കഴിയൂല. അവർക്ക് നേരെ വരുന്ന ഒന്നിനെ തടയാൻ കഴിയോ? ഇല്ല. ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും, അള്ളാഹുവിന്റെ ഹൃദയങ്ങളെ സംസ്കരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലഹും ഫിദ്ദുനിയാ ഖസി, അവർക്ക് ദുനിയാവിൽ നിന്ദ്യമായ ശിക്ഷയുണ്ട്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം, പരലോകത്ത് അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. സമ്മാഊന ലിൽ കദിബ്, പച്ചക്കള്ളം ശ്രദ്ധ കൊടുത്ത് കേൾക്കുന്നവരാണവർ. അക്കാലൂന ലിസ്സുഹ്ത്, ഹറാമായത് ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണവർ. അതുകൊണ്ട് ഫഇൻ ജാഊക, നബിയെ അവർ അങ്ങയുടെ സവിധത്തിൽ വന്നാൽ, ഫഹ്കും ബൈനഹും, അങ്ങ് അവർക്കിടയിൽ വിധി പ്രസ്താവം നടത്തിക്കോളൂ. ഔ അഅ്രിദ് അൻഹും, അല്ലെങ്കിൽ അവരെ അവഗണിച്ചോളൂ. വഇൻ തുഅ്രിദ് അൻഹും, ഇനി അവരെ അങ്ങ് അവഗണിക്കുകയാണെങ്കിൽ, ഫലൻ യദുറൂക ശൈആ, അങ്ങയെ ഒരു നിലക്കും അവർക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല. വഇൻ ഹകംത, അങ്ങ് അവർക്ക് വിധി പ്രസ്താവം നടത്തുകയാണെങ്കിൽ, ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, നീതിപൂർവം അവർക്കിടയിൽ വിധിച്ചോളൂ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായിട്ടും അല്ലാഹു തആല നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂലു ലാ يحزنك الذين يسارعون في الكفر من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون للكذب سماعون لقوم آخرين لم يأتوك يحرفون الكلم من بعد مواضعه يقولون إن أوتيتم هذا فخذوه وإن لم تؤتوه فاحذروه ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم سماعون للكذب أكالون للسحت فإن جاءوك فاحكم بينهم أو أعرض عنهم وإن تعرض عنهم فلن يضروك
فلن يضروك شيئا وإن حكمت فاحكم بينهم بالقسط إن الله يحب المقسطين. صدق الله العظيم.